പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്നു നിറയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, ഈ ശുശ്രൂഷകളെ അങ്ങ് നയിക്കണമേ, നിയന്ത്രിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിയോഗത്തിൽ പ്രാർത്ഥിക്കുന്നവരെ അങ്ങ് കാണണമേ, അങ്ങ് ഏറ്റെടുക്കണമേ. അങ്ങയുടെ കാരുണ്യം അവരുടെ മേലങ്ങ് സമർത്ഥമായ അളവിൽ ഇന്ന് വർഷിക്കാൻ ഇടവരണമേ. കർത്താവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട ഈ ആലയത്തിൽ ഈ ക്യാമറ കൊണ്ട് ഒപ്പിയെടുക്കാൻ കഴിയുന്നതിലും അപ്പുറം ആളുകളുണ്ട്, അകത്തും പുറത്തും താഴെയുമൊക്കെയുമായി. അങ്ങ് തന്നെയാണ് ഈ മക്കളെ ഇവിടെ കൊണ്ടുവന്നത്. ദൈവ സാന്നിധ്യമുള്ളതുകൊണ്ടാണ് ഞങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നത്. ഈ അസൗകര്യമുണ്ടായിട്ടും ഇരിക്കാൻ ഒരു നല്ല കസേരയില്ല, അല്ലെങ്കിൽ നിൽക്കാൻ തന്നെ സ്ഥലമില്ല. എല്ലാ സാഹചര്യങ്ങളും ചൂടുണ്ട്, ആവിയുണ്ട്, വെന്റിലേഷൻ്റെ കുറവുണ്ട്. എന്നാലും ഒരു പരാതിയില്ലാതെ ഈ നിയോഗത്തിൽ പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികളെയും, എല്ലാ നിയോഗങ്ങളെയും ചേർത്ത് കൂട്ടിപ്പിടിക്കുകയാണ്, ചേർത്തൊരുമിച്ച് മനസ്സിൽ കാണുകയാണ്. ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ ഇരുന്ന് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചവരുണ്ട്. അവരെല്ലാവരെയും അങ്ങയുടെ ബലമുള്ള, ശക്തിയുള്ള ആ ഒരു കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു തരികയാണ്. കർത്താവേ, അങ്ങയുടെ വചനത്തിലൊരു വാക്കുണ്ട്, നിന്റെ വിലാപദിനങ്ങൾ തീർന്നു പോകും, അവസാനിക്കും. ഞങ്ങളുടെ സങ്കടങ്ങൾ മാറിപ്പോകും. ഞങ്ങൾക്കൊരു നല്ല സമയവും കാലവും ദൈവം തരും. ആ വചനത്തിൽ പറഞ്ഞ വാക്കിനെ ഞങ്ങൾ വിശ്വസിക്കുകയാണ്. ഞാൻ എൻ്റെ ശുശ്രൂഷയിലൂടെ നടന്ന് ജീവിച്ച കാലത്ത് അനുഭവിച്ചൊരു സത്യമുണ്ട്. ദൈവനാമത്തിൽ പറയുന്ന കാര്യങ്ങളെ ദൈവം ശരിവെക്കുന്നതായിട്ട്. ദൈവനാമത്തിൽ നീ അനുഗ്രഹിക്കപ്പെടും. ദൈവനാമത്തിൽ നിനക്ക് നല്ലൊരു ജോലി കിട്ടും. ദൈവനാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ നിന്റെ കാര്യങ്ങൾ എങ്ങനെയൊക്കെ ആകുമെന്ന് പറയുമ്പോൾ ആ വാക്കിനെ ശരിവെക്കുന്ന, അതിനെ അംഗീകരിക്കുന്ന ഒരു ദൈവ സാന്നിധ്യം എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് തിരുവചനം ഘോഷിക്കുവാൻ, തിരുനന്മകൾ സാക്ഷിക്കുവാൻ എന്നെ ഉണർത്തണമേ, നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുവാണ്. തിരുവചനം ഘോഷിക്കുവാൻ, തിരുനന്മകൾ സാക്ഷിക്കുവാൻ. എല്ലാവരും ചേർന്ന് പറയാമോ? തിരുവചനം ഘോഷിക്കുവാൻ, തിരുനന്മകൾ സാക്ഷിക്കുവാൻ. ആശിഷമായി അയക്കേണമേ ഈ ശിഷ്യരാ നിന്ദാസരിന്മേൽ. ആശിഷമായി അയക്കേണമേ ഈ ശിഷ്യരാ നിന്ദാസരിന്മേൽ. തിരുവചനം ഘോഷിക്കുവാൻ, തിരുനന്മകൾ സാക്ഷിക്കുവാൻ. പറയാമോ? തിരുവചനം ഘോഷിക്കുവാൻ, തിരുനന്മകൾ സാക്ഷിക്കുവാൻ. ആശിഷമായി അയക്കേണമേ ഈ ശിഷ്യരാ നിന്ദാസരിന്മേൽ. ആശിഷമായി അയക്കേണമേ ഈ ശിഷ്യരാ നിന്ദാസരിന്മേൽ. കണ്ണുകളെ അടച്ച് കർത്താവേ, ഈ ജനത്തിൻ്റെ മുമ്പിൽ നിന്ന്, അങ്ങയുടെ മക്കളുടെ മുമ്പിൽ നിന്ന് ഈ വചനങ്ങൾ പ്രസംഗിക്കുമ്പോൾ ഞാൻ ഒരിക്കലും ഒരു സമയത്ത് പോലും
സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല ഇതുപോലെ അനുഗ്രഹിക്കപ്പെട്ട ദൈവജനത്തിൻ്റെ മുമ്പിൽ ദൈവവചനവുമായി ഞാൻ ഒരു കാലത്ത് നിൽക്കുമെന്ന്. ഞാൻ അതിനെ കാണുന്നത് ദൈവത്തിൻ്റെ കൃപയായിട്ടാണ്. ദൈവത്തിൻ്റെ കൃപയാണ്. ഒരു മാന്യതയും വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലോ കുടുംബ മഹിമയുടെ കാര്യത്തിലോ പാരമ്പര്യത്തിൻ്റെ കാര്യത്തിലൊന്നും ഒരു യോഗ്യതയും ഒരു മാന്യതയും എടുത്തു പറയത്തക്ക ഒന്നും എൻ്റെ ജീവിതത്തിലില്ല. ഇത് പൂർണ്ണമായും കൃപയാണ്, ദൈവത്തിൻ്റെ ദാനമാണ്. ഒരു മാന്യതയും പറയാനില്ലയേ, കൃപയൊന്നു മാത്രം യേശുവേ. നമ്മളിവിടെ നിൽക്കാൻ കാരണമാ പാടുന്നത്. ഒരു മാന്യതയും പറയാനില്ലയേ, കൃപയൊന്നു മാത്രം യേശുവേ. ഒരിക്കൽ കൂടി പറയാമോ? ഒരു മാന്യതയും പറയാനില്ലയേ, കൃപയൊന്നു മാത്രം യേശുവേ. ഈശോ മിശിഹായുടെ എല്ലാ വാഗ്ദാനങ്ങൾക്കും ഞങ്ങളെല്ലാവരും യോഗ്യരായി തീരുവാൻ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആമേൻ. നമുക്കിരിക്കാം. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ധാരാളം ആളുകൾ ഈ ദിവസം ദൈവത്തിൻ്റെ വചനം കേൾക്കാനും പ്രാർത്ഥിക്കാനും ഈ ആലയത്തിൽ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ ബഹുമാനിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ സ്നേഹിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ അംഗീകരിക്കുന്നു. നിങ്ങളുടെ സാന്നിധ്യത്തെ വിലയുള്ളതായി കാണുന്നു. ഹല്ലേലൂയ. നമ്മളിന്ന് ഈ ഒരു ഒക്ടോബർ മാസത്തെ പ്രാർത്ഥന, അതിലൂടെ മനുഷ്യർക്ക് ലഭിക്കുന്ന ദൈവാനുഗ്രഹങ്ങൾ. ഒരു വാക്കുണ്ട്, എന്തൊക്കെ നഷ്ടപ്പെട്ടാലും നിനക്ക് ദൈവം തന്ന അനുഗ്രഹം നഷ്ടപ്പെടുത്തരുത്. എന്തൊക്കെ നഷ്ടപ്പെട്ടാലും ദൈവം നൽകിയ വചനം, സ്വീകരിച്ച വചനമുണ്ട്, അത് നഷ്ടപ്പെടുത്തരുത്. ആ ദൈവ സാന്നിധ്യം കളയല്, അതെവിടെയും കളഞ്ഞിട്ട് പോവല്. ദൈവത്തിൽ നിന്ന് കിട്ടിയ അനുഗ്രഹങ്ങൾ, ദൈവത്തിൽ നിന്ന് കിട്ടിയ നന്മകൾ, നമ്മൾ എന്തെങ്കിലുമൊക്കെ കുറച്ച് കാശൊക്കെ വരുമ്പം, കുറച്ച് പുത്തൻ കാശും ഒരു വീടും ഒരു PR-ഉം ഒക്കെ കിട്ടുമ്പോൾ പല ആളുകളും ദൈവത്തിൽ നിന്ന് കിട്ടിയത് കളയും. വിലയില്ലാതെ അത് കളഞ്ഞിട്ട് പോവും. പിന്നെ അവർക്ക് തിരക്കാണ്, വേറെ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇത് ഏറ്റവും കൂടുതൽ തിരിച്ചറിഞ്ഞ ആളാണ് ദാവീദ്. ദാവീദ് ഒറ്റ പ്രാർത്ഥനയെ പ്രാർത്ഥിച്ചുള്ളൂ. എന്താ പ്രാർത്ഥിച്ചെന്നറിയോ? അങ്ങയുടെ ആത്മാവിനെ, അങ്ങ് നൽകിയ ഒരു അനുഗ്രഹത്തെയും എന്നിൽ നിന്ന് എടുത്തോണ്ട് പോവല്ല്. വേറെ എന്തെല്ലാം കാര്യം ആ മനുഷ്യന് പ്രാർത്ഥിക്കായിരുന്നു. മരിക്കുന്നവരെ എനിക്ക് രാജാവിൻ്റെ കസേരയിൽ ഇരിക്കാൻ ഭാഗ്യം തരണേ, മരിക്കുന്നവരെ ഞാനും എൻ്റെ മക്കളും ഈ കൊട്ടാരത്തിനകത്ത് ഇങ്ങനെ സന്തോഷമായിട്ട് ജീവിക്കാൻ കൃപ തരണേ എന്നൊന്നും പ്രാർത്ഥിച്ചില്ല. പണം ഉണ്ടാകണമെന്ന് പ്രാർത്ഥിച്ചില്ല, സ്ഥാനമാനം ഉണ്ടാകണമെന്ന് പ്രാർത്ഥിച്ചില്ല. കൊട്ടാരം എന്നും എൻ്റെ കയ്യിൽ തന്നെ ഇരിക്കണം, ഞാൻ എന്നും അജീവനാനന്ദകാലം എനിക്ക് രാജ്യം ഭരിക്കാനുള്ള, പ്രധാനമന്ത്രിയായി ഇവിടെ ഇരിക്കാനുള്ള ഭാഗ്യം തരണം എന്നല്ല പ്രാർത്ഥിച്ചത്. നീ എനിക്ക് തന്ന ആ അനുഗ്രഹത്തെ ഒരിക്കലും എടുത്തോണ്ട് പോവല്, എടുത്തോണ്ട് പോകാൻ ഇടയാകരുത്. അങ്ങയുടെ ആത്മാവിനെ എന്നിൽ നിന്ന് കളയരുത്. നിങ്ങളും പ്രാർത്ഥിക്കണം. ദൈവത്തിൽ നിന്ന് കിട്ടിയ എന്തൊക്കെ നഷ്ടമായെന്നിരിക്കും, വേദന വന്നെന്നിരിക്കും, നഷ്ടം വന്നെന്നിരിക്കും, ദൈവത്തിൽ നിന്ന് കിട്ടിയതിനെ ഒരിക്കലും കളയരുത്. അതാണ് നമ്മളെ നാളെ ഐശ്വര്യത്തിൽ നിലനിർത്തുന്നത്. ഹല്ലേലൂയ. എന്നോട് പല ആളുകളും പറഞ്ഞു, നിനക്ക് എതിർപ്പുകളുണ്ടാകും, നിനക്ക് വിമർശനങ്ങളുണ്ടാകും,
നിൻ്റെ നേരെ ആളുകൾ ഇല്ലാത്തതും ഉള്ളതും ഒക്കെ പറഞ്ഞൊന്ന് കേൾക്കും. ഒരിക്കലും തളരരുത്. നീ എന്നും പ്രാർത്ഥിക്കണം, ദൈവം എനിക്ക് തന്ന കൃപ നഷ്ടമാകരുതെന്ന്. അത് നഷ്ടമായാൽ വിറക് കമ്പ് പോലെയായി പോവും. ഉണക്കക്കമ്പ് കണ്ടിട്ടില്ലേ? വിറക് വെറും വിറകക്കമ്പ് പോലെയാകും. ദൈവം തന്ന അനുഗ്രഹങ്ങൾ നഷ്ടപ്പെടുമ്പോഴാണ് നമ്മൾ വിറക് കമ്പ് പോലാകുന്നത്. ഇന്നലെ ഞാൻ ആ പാട്ട് അനുഗ്രഹീതനായ പാട്ടുകാരനെ കൊണ്ടത് പാടിച്ചിരുന്നു. ഏതെന്നറിയാമോ? ഒരു യോഗ്യതയും പറയാനില്ല, നിന്റെ കൃപയൊന്നു മാത്രം. അപ്പം നമ്മളിത് പറയുമ്പോഴേ ഇതാരോ ഒരാൾ എഴുതിയ പാട്ടാണ്, നമ്മളാരും എഴുതിയ പാട്ടല്ല. ജീവിതത്തിൽ നിന്നുകൊണ്ട് അയാൾ എഴുതിയതാണ്. ഞാൻ ഇന്നലെ 9 മണിക്ക് 9:15 ഞാൻ എൻ്റെ റൂമിൻ്റെ മുമ്പിൽ ഒരു ചെയറുണ്ട്. അപ്പം ഞാൻ അവിടെ ഇരിക്കുമായിരുന്നു. അപ്പോൾ 1-2 പേരെന്നെ കാണാനായിട്ട് വന്നു, ശുശ്രൂഷകർ. അപ്പോൾ ഞങ്ങളിങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ കുറച്ച് വർഷങ്ങൾ പുറകോട്ട് പോയി. എൻ്റെ ജീവിതത്തിൻ്റെ കുറച്ച് വർഷങ്ങൾ ഞാൻ പുറകോട്ട് പോയി. അപ്പോൾ ഞാനൊരു കാര്യം എൻ്റെ മനസ്സിൽ വന്നു. ഒരു കാലത്ത് എൻ്റെ വീട്ടിൽ ഒരു നേരത്തെ ആഹാരം വയ്ക്കാനുള്ള അരി പോലും ഇല്ലാതിരുന്നൊരു സമയത്ത് പഴുത്ത അടയ്ക്ക പൊളിച്ചു കത്തിക്കൊണ്ട്. അപ്പോൾ അതിൻ്റെ പുറം ഭാഗമേ കിട്ടത്തുള്ളൂ. അത് ചീനച്ചട്ടിക്കകത്തിട്ട് വറുത്തു. നിങ്ങളിൽ ജീവിതത്തിൽ ഒരാളും അടയ്ക്ക വറുത്തിട്ടുണ്ടാവില്ല. അടയ്ക്ക ആരെങ്കിലും വറക്കുമോ? വെയിലത്ത് വെച്ച് ഉണക്കുള്ളൂ. ഉണങ്ങാൻ ദിവസങ്ങൾ വേണം, ഉണങ്ങിയിട്ട് വേണം പൊളിക്കാൻ. അത് വിറകടുക്കി വെച്ച് ഒരു ചീനച്ചട്ടിക്കകത്തിട്ട് 1/4 കിലോയോ 1/2 കിലോയോളം അടയ്ക്ക വറുത്തു. എന്നിട്ടത് കടയിൽ കൊണ്ടുപോയി കൊടുത്ത് അതേ പൈസയ്ക്ക് മൈദ മേടിച്ചുകൊണ്ട് വീട്ടിൽ വന്ന് അപ്പമുണ്ടാക്കി. അന്ന് ഉപ്പിന് 20 പൈസയോ 50 പൈസയോ 1 രൂപയെങ്ങാണ്ടേ ഉള്ളൂ ഒരു കൂട് ഉപ്പിന്. അതുപോലും ഇല്ലാത്ത സമയങ്ങൾ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചത് ഞാൻ ഓർത്തു. അപ്പം ഞാൻ ഇന്നലെ വൈകുന്നേരം ആ പാട്ട് പാടിയത് ഭയങ്കര ഒരു പാട്ടായി പോയല്ലോ. അന്നേരം വന്ന പാട്ടാണെങ്കിലും അത് ഭയങ്കരമായി പോയല്ലോ. ഒരു യോഗ്യതയും പറയാനായിട്ടില്ല, കൃപയൊന്നു മാത്രം യേശുവേ. അപ്പം ഞാൻ ഓരോ കാര്യങ്ങൾ ഓർക്കുക. ഞാൻ ആ കടയിൽ അടയ്ക്ക കൊണ്ടു ചെന്നപ്പോൾ എന്നോട് ആ കടക്കാരൻ പറഞ്ഞു, ഇത് പച്ചയാണ്, ഇതെടുക്കൂല, അത് ഉണങ്ങിയിട്ടില്ല, എൻ്റെ പുറം മാത്രമേ ഉണങ്ങിയിട്ടുള്ളൂ. ഞാൻ ഓർക്കുവാണ്, അവിടെ കിടക്കുന്ന അത്രയും ഒന്നും അല്ലാത്ത വിധത്തിലായിരിക്കുന്ന എനിക്ക് അനുഗ്രഹമുള്ള ദൈവ മക്കളുടെ മുമ്പിൽ ഇങ്ങനെ ദൈവവചനം തുറന്നു വെച്ച് പ്രസംഗിക്കണമെങ്കിൽ നിങ്ങൾ അതിൻ്റെ പേരെന്ത് വിളിക്കും? അതിനെ നമ്മൾ വിശ്വാസിയാണേലും വിശ്വാസി അല്ലെങ്കിലും, ഇത് ഉൾക്കൊണ്ടാലും ഉൾക്കൊണ്ടില്ലേലും നിങ്ങൾ അറിയാതെ എങ്കിലും പറയും, അത് ദൈവത്തിൻ്റെ അനുഗ്രഹമല്ലാതെ മറ്റൊന്നല്ലെന്ന്. ഞാൻ ഓരോ കാര്യങ്ങൾ ഓർക്കുന്നത് അതെൻ്റെ ഒരു ആളുകളുടെ സഹതാപം കിട്ടുവാൻ വേണ്ടിയിട്ടല്ല, ദൈവം നമ്മളെ അനുഗ്രഹിക്കൂന്ന് പറയാനാ. ഒരാൾ പറഞ്ഞു, ഇസ്രായേൽ ജനത്തിന് എന്തിനാ ദൈവമേ ഫറവോയെ അവിടെ കൊടുത്തത്? എന്തിനാ ഇസ്രായേൽ ജനത്തിന് ചെങ്കടൽ കൊടുത്തത്? ഇതൊക്കെ വേണോന്നേ, എന്നാലേ ദൈവം സർവശക്തനാണെന്ന് ആ ജനം അറിയുള്ളൂ. എൻ്റെ മുമ്പിൽ ചില പ്രശ്നങ്ങളും പ്രതിസന്ധികളും പട്ടിണിയും വെല്ലുവിളിയും എതിർപ്പും ഒക്കെ വേണം, തടസ്സങ്ങളൊക്കെ വേണം ചില സമയത്ത്. എന്നാലേ നമ്മൾ അറിയുള്ളൂ എന്ത്? സർവശക്തനായ ദൈവം എന്നെ എന്തേരെ സ്നേഹിക്കുന്നുണ്ടെന്ന്. ഫറവോ വേണം, ഗോലിയാത്ത് വേണം, എന്നാലേ അറിയുള്ളൂ ദൈവം എത്രമാത്രം സർവശക്തനാണെന്ന്. ഹല്ലേലൂയ. ഒരു രൂപ പോലും എടുക്കാനില്ലാത്ത സമയം, 1 രൂപ പോലും എടുക്കാനില്ലാത്ത സമയത്ത് ഞാനൊരു പള്ളിപ്പെരുന്നാളിന് പോയത് ഓർക്കുന്നു.
ഒരു പള്ളി പെരുന്നാളിന് ഞാൻ പോവുകയാണ്. അപ്പം നമുക്കറിയാം പള്ളി പെരുന്നാളിന് പോകുമ്പോൾ ഞങ്ങളുടെയൊക്കെ അതേ പ്രായമുള്ള എല്ലാ കുട്ടികളുടെ കയ്യിലും 10 രൂപയിലും കാണും. അപ്പോൾ എൻ്റെ കയ്യിൽ 1 രൂപയില്ല. 1 രൂപയില്ലാത്തതുകൊണ്ട് ഒരു ഐസ് മേടിക്കാനോ അല്ലെങ്കിൽ ഒരു മധുര പലഹാരം ഒന്നുമില്ല. എല്ലാവരും ഭക്ഷിക്കുന്നത് നോക്കാനേ പറ്റത്തുള്ളൂ. അപ്പം ഞാൻ ഓർക്കുന്നുണ്ട്, ഒന്നും ഭക്ഷിക്കാനില്ലാത്തപ്പോൾ ഒരു പലചരക്ക് കടയിൽ നിന്ന് ഒരു കൈപ്പിടി അരി ചുരുട്ടിയെടുത്ത് എല്ലാവരുടെ മുമ്പിൽ ഞാൻ ഈ അരി അതുകൊണ്ട് നടന്നു. ഞാനിത് പറയുന്നത് അതാ ഈ പാട്ടുകാരൻ പാടിയത്, അല്ലെങ്കിൽ നമ്മൾ പാടിയത്, ഒരു മാന്യതയും ഒന്നും പറയാനില്ല. പിന്നെ ഒരു കാര്യം പറയാനുണ്ട്, അത് ദൈവത്തിൻ്റെ കൃപയാണ്. ഇതെനിക്ക് മാത്രം, ഒറ്റപ്പെട്ട എനിക്ക് മാത്രം കിട്ടണമെന്നല്ല. ഇത് പ്രാർത്ഥിക്കുന്ന, ദൈവസന്നദ്ധിയിൽ കണ്ണുനീരൊഴുക്കുന്ന, ദൈവസന്നദ്ധിയിൽ നിലവിളിക്കുന്ന ഒരാളുടെ ജീവിതത്തിലേക്ക് ദൈവം പകരുന്ന, കൈമാറുന്ന അനുഗ്രഹത്തിന്റെ പേരാണ് അത്. ദൈവം കൈമാറുന്ന സമയമാണിത്. ഞാൻ തന്നെ ചിന്തിച്ചിട്ടുണ്ട്, ഇതൊക്കെ ഞാൻ എന്തിനാ പറയുന്നത്. പക്ഷെ ദൈവം സർവശക്തനാണെന്നും ദൈവം കാരുണ്യം ചൊരിയുമെന്നോ ആ ദൈവത്തെക്കുറിച്ച് അറിയാൻ ഇതൊക്കെ ആവശ്യമായിരിക്കാം. ഇതൊക്കെ ചിലപ്പോൾ ആവശ്യമായിരിക്കാം. അങ്ങനെയെങ്കിൽ ഒരു നിമിഷം ഇതുപോലൊക്കെ എന്നെപ്പോലെ കഷ്ടപ്പെടുന്നവരല്ലെങ്കിലും മറ്റൊരു രീതിയിൽ വേദനിക്കുന്നവർ, വേദനയുടെ വലിയൊരു ചാക്കുകെട്ടുമായി വന്നവരുണ്ട്, സങ്കടങ്ങളുടെ വലിയൊരു ചാക്കുകെട്ടുമായി വന്നവരുണ്ട്, വിഷമങ്ങളുടെ, വേദനയുടെ, തകർച്ചയുടെ വലിയ ചാക്കുകെട്ടുമെടുത്ത് ഈ മണ്ണിൽ ചവിട്ടിയവരുണ്ട്. നിങ്ങളോടാ പറയുന്നത്, നിങ്ങൾക്കൊരു ദൈവത്തിന്റെ കൃപ വരും. ദൈവത്തിന്റെ അനുഗ്രഹം ദൈവത്തിന്റെ കൈകളിൽ നിന്ന് നിങ്ങളുടെ കൈകളിലേക്ക് തരും. ദൈവത്തിന്റെ അലമാരിയിൽ എനിക്കുള്ളൊരു നന്മ ഇരിപ്പുണ്ട്, എനിക്കുള്ളൊരു സൗഖ്യം ഇരിപ്പുണ്ട്, എനിക്കുള്ളൊരു വിടുതൽ ഇരിപ്പുണ്ട്. അത് തുറന്നെടുത്തു തരുന്ന സമയമാണിത്. അങ്ങനെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഞാൻ അതിനെ വിശ്വസിക്കുന്നത്. അങ്ങനെയെങ്കിൽ എല്ലാവരും അധരം തുറന്നൊന്ന് പറഞ്ഞേ, ഒരു മാന്യതയും പറയാനില്ല, കൃപയൊന്നു മാത്രം യേശുവേ. എല്ലാവരും ചേർന്ന് പറയാമോ, ഒരു മാന്യതയും പറയാനില്ല, കൃപയൊന്നു മാത്രം. ഈ ശബ്ദമുയർത്തി ഓരോ വ്യക്തികളും ഓർത്ത്, നിങ്ങളുടെ ജീവിതത്തിൽ നാളെ ഒരു സമയത്ത് നിങ്ങൾ വിളിച്ചു പറയുന്ന പാട്ടാണിത്. നാളെ ഒരു സമയത്ത് നിങ്ങൾ ഉറക്കെ പറഞ്ഞു പോകും, ഒരു മാന്യതയും പറയാൻ എന്നെ അനുഗ്രഹിച്ചതിന്, എന്റെ കുടുംബത്തെ അനുഗ്രഹിച്ചതിന്, എന്റെ തലമുറയെ അനുഗ്രഹിച്ചതിന് ഒരു മാന്യതയും പറയാനില്ല, ഒരു മാന്യതയും പറയാനില്ല, കൃപയൊന്നു മാത്രം യേശുവേ. അല്പങ്ങളുടെ വിശ്വാസത്തോടെ ഒന്ന് ആധരത്തിൽ ഹൃദയത്തിൽ പറഞ്ഞ്, മാന്യതയും പറയാനില്ല, കൃപയൊന്നു മാത്രം യേശുവേ. ഒന്ന് കരങ്ങളെ ഉയർത്തി ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി പറയുന്നു, യേശുവേ നന്ദി പറയുന്നു, യേശുവേ നന്ദി പറയുന്നു. യേശുവേ നന്ദി, നന്ദി, നന്ദി. ഹല്ലേലൂയ, യേശുവേ നന്ദി. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷത്തിൽ 5-ാം അധ്യായത്തിൽ ഒരു മനുഷ്യനുണ്ട്. ആ മനുഷ്യൻ്റെ പേര് പിശാച് ബാധിതൻ എന്നാണ്. പുള്ളിക്ക് ഉടുതുണി പോലും ഇല്ല. കിടക്കുന്ന സ്ഥലം ശവക്കല്ലറകളിലാണ്. ഇത് ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. പക്ഷേ ബൈബിൾ എഴുതിയിരിക്കുകയാണ് ഒരു കാര്യം. ഈ മനുഷ്യൻ കല്ലെടുത്ത്, അവിടെ കിടക്കുന്ന കല്ലെടുത്ത് സ്വന്തം ശരീരം ഇടിച്ച് ചതയ്ക്കുമായിരുന്നു. കല്ലെടുത്ത് ആരെങ്കിലും സ്വന്തം ശരീരം ഇടിച്ച് ചതയ്ക്കുമോ? അത് വല്ല ഭ്രാന്തുള്ള മനുഷ്യന്മാർ ചെയ്യുമായിരിക്കാം, പക്ഷെ ഈ മനുഷ്യൻ ചെയ്യുമായിരുന്നു. ഞാൻ ഓർത്തു,
ഞാൻ ഇന്നുവരെ ആരെയും കണ്ടിട്ടില്ല, കല്ലെടുത്ത് തലക്കിട്ടിടിക്കുന്നവരെയും കല്ലെടുത്ത് കൈക്കിട്ടിടിക്കുന്നവരെയും ഞാൻ കണ്ടിട്ടില്ല. ആ മനുഷ്യൻ കൈ കൊണ്ടെടുത്തത് കല്ലാണെങ്കിൽ ഈ കൈ മുറുകെ പിടിച്ച് ഇങ്ങനെ ചുരുട്ടിപ്പിടിച്ച് സ്വന്തം നെഞ്ചത്തിടിച്ചവർ ചിലപ്പോൾ ഇതിനകത്ത് കാണും. ഇനി നിങ്ങളാരും ഇടിച്ചില്ല, ഞാൻ ഇടിച്ചിട്ടുണ്ട്. എന്നെ കല്ലില്ല, അതിനകത്ത് കല്ലൊന്നുമില്ല, പക്ഷെ ഈ കൈ ഇങ്ങനെ മുറുകെ പിടിച്ച് ഫുൾ ശക്തിയിൽ ഇടിച്ചിട്ടുണ്ട്. അങ്ങനെയായാലും എന്തേലും അസുഖം വന്ന് ചത്തുപോട്ടെ എന്നോർത്ത്, അങ്ങനെയായാലും എന്തേലുമൊക്കെ ചതവ് പറ്റി എന്തേലും ആയി പോട്ടെ എന്ന് വിചാരിച്ച് ഞാനിത് വായിച്ചപ്പോൾ ഓർത്തു, ഈ കല്ലെടുത്ത കൈ എവിടെ എത്തിയെന്നറിയോ? ഡമാസ്കസിലെ ആളുകൾക്ക് തലേ കൈവച്ച് പ്രാർത്ഥിച്ച് 10,000 ഈ മനുഷ്യൻ പിന്നീട് പ്രാർത്ഥിച്ചപ്പോൾ ഒരുമിച്ച് കൂടി 5-ാം അധ്യായം അവസാനം എഴുതിയിട്ടുണ്ട്. അവൻ ഡമാസ്കസിലല്ല, ദെക്കോപോളിസിൽ പ്രസംഗിക്കാൻ തുടങ്ങി. ഏത് കൈ കൊണ്ട്? കല്ലെടുത്ത കൈ കൊണ്ട്. സ്വന്തം ശരീരം തല്ലി ഇടിച്ച് ചതച്ച കൈ പിന്നീട് ദൈവത്തിന്റെ കൈയായി മാറി. ഞാൻ എന്നെ തന്നെ അത് ഓർത്തു. ഇത് പറഞ്ഞപ്പോൾ ഞാൻ പല പ്രാവശ്യവും കല്ലുകൊണ്ടൊന്നും ഇടിച്ചിട്ടില്ലെങ്കിലും എൻ്റെ കൈ കൊണ്ട് ഞാൻ ഇടിച്ചിട്ടുണ്ട്. ഒറ്റയ്ക്ക് മാറി നിന്ന് ഇടിച്ചിട്ടുണ്ട്. ചില സങ്കടങ്ങളുടെ സമയത്ത് നശിച്ചു പോയാൽ മതിയായിരുന്നു, തകർന്നു പോയാൽ മതിയായിരുന്നു, തീർന്നു പോയാൽ മതി എന്ന് പറഞ്ഞ് നമ്മൾ ഇടിക്കും. എന്നെപ്പോലെ ഇടിച്ചവരൊക്കെ ഉണ്ടാവും ചിലപ്പോൾ ഇതിനകത്ത് തന്നെ, എന്നെ കേൾക്കുന്നുണ്ടാവും. നിങ്ങളുടെ കരങ്ങളെ നാളെ അത്ഭുതത്തിന്റെ കൈയാക്കാൻ സ്വർഗത്തിലെ ദൈവത്തിന് പറ്റും. ചില ആളുകളുടെ കരങ്ങൾ അത്ഭുതമുള്ളതാണ്, ചിലരുടെ വാക്കുകളും അത്ഭുതമുള്ളതാണ്. ദൈവം അത്ഭുതം വച്ചിരിക്കുന്നത് കൈക്കാത്ത. ചില ആളുകൾ എന്നാ ചെയ്താലും വിജയിക്കും. ചില ആളുകൾ പറയുന്നതിനെ ദൈവം അതിനെ ശരിവെക്കും. ശ്രദ്ധിച്ചിട്ടില്ലേ? ചില ആളുകൾ പറഞ്ഞ വാക്കിനെ ദൈവം ശരിവെക്കും. നീ ഒരു വീടും പറമ്പും മേടിക്കും. ഞാനോ കുറച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, എന്നോട് പണ്ട് ആ പുള്ളി പറഞ്ഞായിരുന്നു ഒരു വീട് സ്ഥലവും നിനക്കുണ്ടാകുന്നു. അയാൾ ദൈവനാമത്തിൽ പറഞ്ഞ വാക്കിനെ ദൈവം ശരിവച്ചു. ശരിവെക്കുവോ? നമ്മൾ ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവരാണ്. ദൈവനാമത്തിൽ ഒരു വാക്കു പറഞ്ഞാൽ ദൈവം അതിനെ ശരിവയ്ക്കും, അതുപോലെ അത് ചെയ്യും. ശരിവെക്കും. ഞാനത് അനുഭവിച്ച ഒരാളാണ്. എൻ്റെ യോഗ്യത കൊണ്ടല്ല വിളിച്ചു പറയുന്നത്, എൻ്റെ മാന്യതയെക്കുറിച്ചോ എൻ്റെ പാരമ്പര്യമൊന്നുമല്ല ഞാൻ വിളിച്ചു പറയുന്നത്. നമ്മൾ പ്രാർത്ഥിച്ചു പറയുന്ന വാക്കിനെ ദൈവം ശരിവെക്കുന്നു. ദൈവം അതിനെ ശരിയിടുന്നു, അതിനെ തെറ്റിടുന്നില്ല, ശരിവെക്കുന്നു. ഒത്തിരി അനുഭവങ്ങൾ എനിക്കുണ്ട്, ഒത്തിരി അനുഭവങ്ങൾ. ഞാൻ ഒരാളോട് പറഞ്ഞു നീ മഞ്ഞുള്ള ഒരു രാജ്യത്ത് പോകും. ഞാൻ ഇന്നതാ പഠിച്ചത്, എനിക്ക് അങ്ങനെയൊന്നും പോകാൻ പറ്റത്തില്ല. പക്ഷെ നമ്മൾ ദൈവനാമത്തിൽ പറയുന്ന വാക്കിനെ ദൈവം ശരിവെക്കുന്നത് ഈ നാളുകളിൽ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഞാനൊരു വചനം വായിക്കാം. ഏതാണ് വചനം? ജെറമിയ പ്രവാചകന്റെ പുസ്തകം. ഏതാ വചനം? നിന്റെ വാക്ക്, നിന്റെ നാവ് എൻ്റെ നാവ് പോ. ജെറമിയ 15-ാം അധ്യായം 19-ാമത്തെ വാക്യം ഒന്ന് വായിക്കുവാണ്. ജെറമിയ പ്രവാചകന്റെ പുസ്തകം 15-ാം അധ്യായം 19-ാമത്തെ വാക്യം ശ്രദ്ധിച്ചേ. വിലകെട്ടവ പറയാതെ സദ്വചനങ്ങൾ മാത്രം സംസാരിച്ചാൽ നീ എൻ്റെ നാവ് പോലെയാകും. നീ എൻ്റെ നാക്ക് പോലെ ആകുന്നു. ഹല്ലേലൂയ. ദൈവത്തിൽ നിൽക്കുന്നവൻ ദൈവനാമത്തിൽ എന്തേലും പറഞ്ഞാൽ അതിനെ ദൈവം ശരിവയ്ക്കുന്ന അതിൻ്റെ അർത്ഥം. ഹല്ലേലൂയ. പല മനുഷ്യരും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുന്നത് ഈ ചെറിയ സ്ഥലത്ത് ഞാൻ കണ്ടു. ദൈവദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത് ഞാൻ കണ്ടു. യാക്കോബിന്റെ അനുഭവം അങ്ങനെയല്ലേ? സ്വർഗത്തിന്റെ വാതിലാണിത്. ഇങ്ങോട്ട് കയറി വരാൻ വരെ ഒരു വാതിലില്ലേ, ഒരു ഷട്ടറില്ലേ? ഇതുപോലെ നിങ്ങൾക്ക് അനുഗ്രഹത്തിൽ കയറി വരാനും രക്ഷപ്പെടാനും ദൈവം ഒരുക്കിയൊരു ഷട്ടറുണ്ട്, ദൈവം ഒരുക്കിയൊരു വഴിയുണ്ട്. ഞാൻ മറ്റേ മനുഷ്യരുടെയും നിയോഗങ്ങളെ ഇവിടെ വച്ച് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ ഇന്നലെ നല്ലൊരു ദിവസമായിരുന്നു. ഒത്തിരി ആളുകൾ ഇന്നലെ വന്നു, കുറച്ച് പേര് ഇന്നലെ തന്നെ പോയി.
ഇന്നലെ വന്നിവിടെ പ്രാർത്ഥിക്കാൻ വന്നവരെ, ഞങ്ങൾ ഇന്നലെ നല്ലൊരു ദിവസമായിരുന്നു. നിങ്ങൾ താഴെ വന്നപ്പോൾ കണ്ടു കാണും, ബഥേൽ എന്ന് എഴുതിയിട്ടൊരു കൽക്കുരിശ് അവിടെ സ്ഥാപിച്ചു. ആ കൽക്കുരിശ് അവിടെ വരാനൊരു കാരണമുണ്ട്. അത് ദൈവം കാണിച്ചു തന്നൊരു സ്ഥലമാണ്. നിയോഗ പ്രാർത്ഥന ദൈവം കാണിച്ചു തന്ന പ്രാർത്ഥനയാണ്. ഡെയിലി ബ്ലെസ്സിങ് ദൈവം മനസ്സിൽ കാണിച്ചു തന്നതാണ് യാഥാർത്ഥ്യമായത്. അപ്പോൾ അങ്ങനെ ഒരു പ്രാർത്ഥന അങ്ങനെ കുരിശ് സ്ഥാപിച്ചപ്പോൾ ഒത്തിരി അഭിപ്രായം പറഞ്ഞു. അത്രയും സ്ഥലം പോയി, ഇത് അപ്പുറത്ത് വാക്കായിരുന്നു, ഇത് ഇവിടെ വേണമായിരുന്നോ? പക്ഷെ അത് പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം ആ പറഞ്ഞ ആൾ പോലും അനുഭവിച്ച്. ദൈവ സാന്നിധ്യം, കുരിശിനെ ബഹുമാനിക്കുക. ആ കുരിശിൽ എണ്ണയൊഴിച്ച് പ്രാർത്ഥിക്കുന്നത്, കുരിശിനെ ഞാൻ ബഹുമാനിക്കുന്നു, എൻ്റെ രക്ഷയുടെ അടയാളമായി കുരിശിനെ ഞാൻ അംഗീകരിക്കുന്നു, സ്നേഹിക്കുന്നുവെന്ന് പ്രഘോഷിക്കുവാണ്. പ്രാർത്ഥിച്ചു. ആ എണ്ണയൊഴിച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന നടന്നപ്പോൾ ഇവിടെ എല്ലാ ജനങ്ങളും സ്തുതിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഒത്തിരി ദൈവാനുഭവങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി. നിങ്ങൾക്കും പ്രാർത്ഥിക്കാം, തിരക്ക് കൂട്ടാതെ ഉള്ള സമയത്ത് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. ഞാൻ പറഞ്ഞത്, നമ്മുടെ പ്രാർത്ഥനകളെ ദൈവം ശരിവെക്കുന്നു, അതുപോലെ അംഗീകരിച്ചു തരുന്നു. ഒരു കരമുയർത്തി ഉറക്കിയൊന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഇന്ന് കേൾക്കാൻ പോകുന്നൊരു വചനം വായിക്കുവാണ്. 1 സാമുവേലിന്റെ പുസ്തകം 26-ാമത്തെ അധ്യായം 25-ാമത്തെ വാക്യം. 1 സാമുവേൽ 26-ാം അധ്യായം 25-ാമത്തെ വാക്യം ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കുവാണ്. എല്ലാവരും ഈ വചനമൊന്ന് മനസ്സിലാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഞാനത് മനസ്സുകൊണ്ടത് സ്വീകരിക്കുന്നത് കാണാൻ ഇഷ്ടപ്പെടുന്നു. കാരണം വാള് പോലെ വചനം നിങ്ങളിൽ ഇറങ്ങിച്ചെല്ലുമ്പോൾ ആ വചനത്തിൽ നിന്ന് കുറച്ചു കഴിഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതങ്ങളെ ദൈവം ചെയ്യാൻ തുടങ്ങും, അടയാളങ്ങളെ ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങും. അങ്ങനെ അത്ഭുതം ചെയ്തത് കൊണ്ടല്ലേ കുപ്പയിൽ കിടന്ന ചീഞ്ഞ സ്ഥലത്ത് ജനിച്ച് ജീവിച്ച് വളർന്ന് എനിക്ക് ഈ റെഡ് കാർപ്പറ്റിന്റെ മുകളിൽ മയക്കും പിടിച്ച് നിൽക്കാൻ പറ്റുന്നത്? ആ വചനം ഒന്ന് വായിച്ച്. 1 സാമുവേൽ 26-25. എന്റെ മകനെ ദാവീദേ, നീ അനുഗ്രഹീതനാണ്. ഒരാൾ പറയുവാണ്, എന്റെ മകനെ ദാവീദേ, യു ആർ ബ്ലെസ്സഡ്. നീ പൈസയുള്ളവനാണ്, നീ ഭയങ്കര സംഭവമെന്നല്ല പറഞ്ഞത്, നീ ദൈവത്താൽ അനുഗ്രഹീതനാണ്. ഇത് നിങ്ങളെ നോക്കി, നിങ്ങളുടെ കുടുംബത്തെ നോക്കി പലരും പറയാൻ ഇടവരട്ടെ, നിന്റെ കുഞ്ഞുങ്ങൾ അനുഗ്രഹീതരാണ്, നിന്റെ ജീവിതം അനുഗ്രഹമാ, നിന്റെ വിവാഹം നിന്റെ അനുഗ്രഹമാ, നിനക്ക് നിന്റെ സാമ്പത്തികം അനുഗ്രഹമാ, നീ മേടിച്ച വണ്ടിയില്ലേ ഭയങ്കര അനുഗ്രഹമുള്ളതാ, നീ ആ മേടിച്ച 10 സെന്റ് സ്ഥലമില്ലേ ഭയങ്കര അനുഗ്രഹമുള്ളതാ. നമ്മളല്ല പറയേണ്ടത്, ദാവീദല്ല വിളിച്ചു പറഞ്ഞു ഞാൻ ഭയങ്കര സംഭവമാന്ന് പറഞ്ഞു. ദാവീദേ, യു ആർ ബ്ലെസ്സഡ്, നീ അനുഗ്രഹീതനാണ്. പിന്നെ അനുഗ്രഹം കൊണ്ട് എന്താ ഗുണം? പിന്നെ അനുഗ്രഹം കിട്ടിയിട്ട് ഞാൻ ഇനി എന്തിനെങ്ങോട്ട് പോവാനാ? അടുത്ത വാക്യം നോക്കൂ. നീ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വിജയിക്കും. മനസ്സിലായില്ല? നീ ചെയ്യുന്ന നീ ചെറിയ കാര്യമായിരിക്കും ചെയ്ത്, അവിടെ ഒരു റോസ നട്ടതായിരിക്കും, നീ ഒരു ഒരു പഴയ വണ്ടി മേടിച്ചതായിരിക്കും, നീ ഒരു വീട് പണിയാൻ വേണ്ടി വാനം മാന്തി ഇട്ടതാ, വീട് പണിയുമ്പോൾ നടക്കട്ടെ എന്ന് വിചാരിച്ച് വാനം മാന്തി ഇട്ടതായിരിക്കും. നീ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും വിജയിക്കും. അനുഗ്രഹമുള്ളവന്റെ പ്രത്യേകതയാ അപ്പുറത്തൊരു വിജയം കിട്ടിക്കൊണ്ടേ. ചില ആളുകൾ എന്നോട് പറഞ്ഞു, എനിക്ക് എന്തു ചെയ്തിട്ടും പരാജയമാണ്. നിനക്കൊരനുഗ്രഹത്തിന്റെ കുറവുള്ളതുകൊണ്ടാണ്. ദൈവത്തോട് നീ പ്രാർത്ഥിക്കണം, ദൈവമേ എന്നെ ഇന്ന് അനുഗ്രഹിക്കണമേ, എന്റെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ, എന്റെ തലമുറയെ അനുഗ്രഹിക്കണമേ. എന്താ ഗുണം? നീ ചെയ്യുന്ന എല്ലാ കാര്യവും വിജയിക്കാൻ തുടങ്ങും. ചില ആളുകൾ പറയില്ല, നീ ആ ബിസിനസ് തുടങ്ങിക്കോ, അത് വിജയിച്ചോളും. എവിടെ വിജയിച്ച്? അതൊക്കെ 8 നില പൊട്ടിപ്പോയി. നീ ആ സ്ഥലം മേടിച്ചോ, ഭയങ്കര പൈസ കൊടുത്ത് സ്ഥലം മേടിച്ച്, ഇപ്പോൾ ആ സ്ഥലത്തിന് വലിയ വിലയൊന്നുമില്ല, ആർക്കും വേണ്ട, ചെയ്തതെല്ലാം പാളിപ്പോയി. എന്നാൽ ചില ആളുകൾ ചില കാര്യങ്ങൾ ചെറിയ രീതിയിലാണ് ചെയ്തേ, പക്ഷെ ആൾക്ക് അനുഗ്രഹം ഉള്ളത് കൊണ്ട് അതെല്ലാം വിജയിച്ചു വരാൻ തുടങ്ങി. നിങ്ങൾ ആ വചനം ശ്രദ്ധിച്ചോ? എല്ലാ അമ്മമാരും കേട്ടോ, എല്ലാ അപ്പച്ചന്മാരും കേട്ടോ, യുവതി യുവാക്കൾ കേട്ടോ. ദാവീദിനോട് പറയുവോ, എൻ്റെ മകനെ ദാവീദേ,
യു ആർ ബ്ലെസ്സഡ്. നീ അനുഗ്രഹീതനാണ്. നിന്റെ പൈസ ഉണ്ടോന്നൊന്നും എനിക്കറിയത്തില്ല, നിനക്ക് സ്വാധീനം ഉണ്ടോന്നൊന്നും അറിയാൻ പാടില്ല. നീ അനുഗ്രഹമുണ്ട് നിന്റെ മേൽ. എന്നെ ഒരാൾ വിളിച്ചു. അയാൾ പറഞ്ഞു, എനിക്ക് ഒരാളെ കമ്പനിക്ക് ജോലിക്ക് വേണം. പുറം രാജ്യത്താണ്, ദുബായ് പോലുള്ള രാജ്യത്താണ്. ഒരു ജോലിക്ക് ഒരാളെ വേണം. ഒരാളെ കിട്ടുമോ? ഞാൻ പറഞ്ഞു, 2 പേര് എൻ്റെ അറിവിൽ 2 പേരുണ്ട്. ഈ നിങ്ങൾ പറഞ്ഞ കാര്യവുമായി ബന്ധപ്പെട്ട് ഞാൻ ചോദിച്ചു നോക്കട്ടെ എന്ന് 2 പേരോട് ചോദിച്ച്, 2 പേർക്കും 100% ആ ജോലി ആഗ്രഹിക്കുന്നവരാ. അപ്പം ഞാൻ 2 പേരെ നോക്കി, എങ്ങനെയുള്ളവരാണ്. ഒരാൾ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നയാളും ദൈവത്തോട് ബന്ധമുള്ള ആളാണ്, ഒരു ബ്ലെസ്സഡാണ്. മറ്റേ ആ വേറൊരു വ്യക്തിയും കൊള്ളാവുന്നയാളാണ്, പക്ഷെ അയാൾക്ക് ദൈവവിശ്വാസമൊന്നും അത്ര കാര്യമായിട്ടില്ല. അപ്പം ഞാൻ അദ്ദേഹത്തോട് ചുമ്മാ പറഞ്ഞു, എൻ്റെ അറിവിൽ 2 പേരുണ്ട് സാറേ, 2 പേരുണ്ട് സാറേ എന്ന് തന്നെ വിളിച്ചിട്ടാണ് പറഞ്ഞു. സാറേ 2 പേരുണ്ട്, പക്ഷെ ഒരാൾ ഒത്തിരി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്ന കൂട്ടത്തിലാണ്, ഒരാൾക്ക് അത്ര വിശ്വാസമൊന്നുമില്ല. പക്ഷെ 2 പേരും ഈ വർക്കുമായി ബന്ധപ്പെട്ട് ഓക്കെയാണ്, അവർ ഉഴപ്പന്മാരൊന്നുമല്ല. അപ്പം അയാൾ ചാടി പറയുകയാണേ, അച്ഛൻ ആദ്യം പറഞ്ഞ ആളില്ലേ, ഇച്ചിരി പ്രാർത്ഥനയുള്ള കൂട്ടത്തിലാണെന്ന്, അയാളെ മതി എന്ന് പറഞ്ഞു. കമ്പനിയിൽ ഇരിക്കുന്ന ആൾക്ക് ഇയാൾ പ്രാർത്ഥിച്ചാലെന്ത് പ്രാർത്ഥിച്ചില്ലെന്ത്, അയാൾ ജോലി ചെയ്യുന്ന നോക്കിയാൽ പോരെ. പക്ഷെ ചില ആളുകൾ നോക്കും, എൻ്റെ കൂടെ നിൽക്കുന്ന ആളും ദൈവത്തിൽ വിശ്വസിക്കുന്ന ആളാണോ, ഒരു അനുഗ്രഹമുള്ള ആളാണോ, അല്ലെങ്കിൽ അത് കേടാണ്. അയാൾ പറയാം, വേറൊന്നും ആലോചിച്ചിട്ടില്ല, ഇനി ഇച്ചിരി വർക്കിൻ്റെ കാര്യത്തിൽ ഇച്ചിരി കുറവ് വന്നാലും പ്രാർത്ഥനയുള്ള ആളാന്ന് പറഞ്ഞില്ലേ, അയാൾ ആ ആളെ മതിയെന്ന്. ഒരേ ജോലി 2 പേരും പഠിച്ച് 2 പേരെ എൻ്റെ അറിവിലുണ്ടായിരുന്നുള്ളൂ. ഞാനിത് പറയുന്ന മനുഷ്യൻ പോലും ആഗ്രഹിക്കുന്ന ആളാ. നിങ്ങളൊരു കല്യാണം ആലോചിക്കുമ്പോൾ എന്താ നോക്കുന്നത്? നിങ്ങൾ ചിലപ്പോൾ നോക്കും, വീടുണ്ടോ കാറുണ്ടോ എന്നൊക്കെ നോക്കും. പിന്നെ നിങ്ങൾ നോക്കുന്നൊരു കാര്യമുണ്ട്, ആൾ അനുഗ്രഹമുള്ള ആളാണോ നോക്കുമോ? നിങ്ങൾ പ്രാർത്ഥിക്കുമോ? അനുഗ്രഹമുള്ള ഒരാൾ, ആ വ്യക്തിയുടെ പ്രത്യേകത, ആ ചെയ്യുന്ന കാര്യം, പാട്ടായാലും പ്രസംഗമായാലും ഡ്രൈവറായാലും ഇനി കമ്പനി ജോലിയായാലും ഇനി രാഷ്ട്രീയത്തിലാണേലും അവൻ ചെയ്യുന്നത് വിജയിച്ചു കൊണ്ടേയിരിക്കും. നിങ്ങളെന്നും പ്രാർത്ഥിക്കണം, ദൈവമേ എൻ്റെ കാര്യങ്ങൾ മാത്രം നടത്തി തരണമെന്ന് മാത്രമല്ല, ദൈവമേ എൻ്റെ കുടുംബത്തിൻ്റെ മേൽ അനുഗ്രഹം ഉണ്ടാകണേ. എൻ്റെ തലയ്ക്ക് മുകളിൽ ഒരു അനുഗ്രഹം നഷ്ടപ്പെടാത്ത വിധത്തിൽ ഉറപ്പിക്കണമേ. എൻ്റെ മക്കളിൽ അനുഗ്രഹം ഉണ്ടാകണമേ. എൻ്റെ മകനെ ദാവീദേ, യു ആർ ബ്ലെസ്സഡ്. നീ അനുഗ്രഹമുള്ളവനാണ്, നീ അനുഗ്രഹമുള്ളവനാണ്. അനുഗ്രഹം അത് മാത്രം നഷ്ടപ്പെടുത്തരുത്, അഹങ്കരിച്ച് നഷ്ടപ്പെടുത്തരുത്. പണം വരും, പക്ഷെ ആ പണം വർദ്ധിച്ചു വരുമ്പോൾ അനുഗ്രഹത്തെ കളഞ്ഞിട്ട് പോകരുത്. അതാ നാളത്തെ നിന്റെ ഐശ്വര്യമായി മാറുന്നത്. ഒന്ന് പ്രാർത്ഥിച്ചേ, ഒന്ന് ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാനിത് ശരിക്കും മനസ്സിലാക്കിയ ഒരാളാണ്, ഇത് ശരിക്കും മനസ്സിലാക്കി പഠിച്ചിട്ടാ ഇത് പറയുന്നത്. ദാവീദേ, നീ അനുഗ്രഹീതനാണ്, എല്ലാ കാര്യത്തിലും നീ വിജയിക്കും. നമ്മളങ്ങനെ ദൈവാനുഗ്രഹത്തിൽ നിൽക്കുമ്പോൾ ഒരു ഗുണമുണ്ട്, എന്നറിയാമോ? നമുക്ക് വേണ്ടി ചില തോന്നലുകൾ വേറെ മനുഷ്യൻ്റെ മനസ്സിലുണ്ടാകും. നിങ്ങളത് വിശ്വസിക്കുന്നോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല. ചില ആളുകളെ നോക്കിയിട്ട് നിങ്ങൾ പറയില്ലേ, നമുക്കൊരു 10,000 രൂപ ആ മനുഷ്യന് കൊടുത്താലോ? എന്തിനാ അയാൾക്ക് കൊടുക്കുന്നത്? അയാൾക്ക് കൊടുക്കണമെന്ന് എൻ്റെ മനസ്സ് പറഞ്ഞു. അയാൾക്കൊരു 10,000 രൂപ കൊടുക്കാൻ എൻ്റെ മനസ്സ് പറഞ്ഞു എന്ന്. അയാൾക്ക് വേണ്ടി ദൈവം എൻ്റെ മനസ്സിലാണ് തോന്നിപ്പിച്ചത്. ഇതേ സ്ഥലത്ത്, ഞാൻ നിൽക്കുന്ന അതേ സ്ഥലത്ത് ഒരാൾ ഒരു സാക്ഷ്യം പറഞ്ഞു. ഞാൻ പറയിപ്പിച്ചതാ. അത് യൂട്യൂബിലിട്ടിട്ടുണ്ട്. അപ്പോൾ ആ സാക്ഷ്യം യൂട്യൂബിലിട്ടു. പേരൊന്നും ഞാൻ ഇന്ന് പറയുന്നില്ല. ആ സാക്ഷ്യം യൂട്യൂബിലിട്ടപ്പോൾ അത് ദുബായിലിരുന്ന ഒരാൾ ഈ യൂട്യൂബിൽ അയാൾ ഓഫീസിൽ ഇരുന്ന് കാണുമ്പോൾ ദുബായിലിരിക്കുന്ന മാനേജർക്ക്, ആ കമ്പനിയുടെ ഉടമസ്ഥന് തോന്നുക, ഈ ധ്യാന കേന്ദ്രത്തിൽ സാക്ഷ്യം പറയുന്നവനെ എൻ്റെ കമ്പനിയുടെ മാനേജർ ആക്കിയാലോ എന്ന്. നമ്പറില്ല, പരിചയമില്ല, സുഹൃത്തുക്കളില്ല. പക്ഷെ അയാൾ നമ്പർ തപ്പിപ്പിടിച്ച് ഈ മനുഷ്യനെ കണ്ടുപിടിച്ച് ഇന്ന് ആ കമ്പനിയുടെ മാനേജറാണ്. ഞാൻ പറയുന്നത്, അയാൾ വിചാരിച്ചിരുന്നോ നമ്മൾ ദൈവത്തിൽ നിൽക്കുമ്പോൾ വേറെ മനുഷ്യൻ്റെ മനസ്സിൽ
തോന്നിപ്പിക്കും. അവനൊരു ജോലി കൊടുത്തേക്കാം, നീ എന്തെങ്കിലും കാര്യം ആഗ്രഹിക്കുന്നുണ്ടോ, നിനക്ക് കുറച്ച് പൈസ തരണമെന്ന് എനിക്ക് മനസ്സിൽ തോന്നുന്നുണ്ട്. എന്തിനാ എനിക്ക് പൈസ തരുന്നത്? എൻ്റെ മനസ്സിൽ ദൈവം തോന്നിപ്പിച്ചു നിൻ്റെ കയ്യിൽ കുറച്ച് കാശ് തരണമെന്ന്. എനിക്ക് കാശ് വേണ്ട, എന്നാൽ ഇരിക്കട്ടെ, ദൈവം എനിക്ക് തോന്നിപ്പിച്ചു നിൻ്റെ കയ്യിലോട്ടൊരു 5000 രൂപ തരണമെന്ന് എൻ്റെ മനസ്സിൽ തോന്നിപ്പിച്ചു. കുറച്ച് കഴിഞ്ഞാൽ പറയാണ്, ഞാനൊരു 5000 രൂപയ്ക്ക് വേണ്ടി ഒത്തിരി ആഗ്രഹിച്ചിരിക്കുമായിരുന്നു. വേറൊരാൾക്ക് വേണ്ടി ദൈവാനുഗ്രഹമുള്ളവൻ വിചാരിക്കാത്ത നിലകളിലെത്താൻ ദൈവം അവന് വേണ്ടി ചില വഴികളെ ഓപ്പൺ ആക്കും. ഒന്ന് കരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവം വഴി തുറക്കും. എൻ്റെ മകനെ ദാവീദേ, നീ അനുഗ്രഹീതനാണ്. നീ ചെയ്യുന്ന എല്ലാ കാര്യവും വിജയിക്കും. അപ്പൊ ഒരാളെ വിജയിപ്പിക്കുന്നത് എന്നതാ? എന്തേലും ഒരാളെ ഒരു ഉയർന്ന നിലയിൽ എത്തിക്കുന്നത് എന്നതാ എന്ന് പറഞ്ഞ എന്തായിരിക്കും? അത് അവന് ദൈവത്തിൽ നിന്ന് കിട്ടുന്ന അനുഗ്രഹമാണ്. അവന് എന്തേലും ഒരു നീ അവിടെ എത്തുമെന്ന് ഞങ്ങളൊന്നും സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. നീ എങ്ങനെ എത്തി? നിന്നെ എവിടെയെങ്കിലും ഒക്കെ നല്ല നിലയിൽ ഇങ്ങനെ എത്തിക്കുന്നത് ഒരു ദൈവമുണ്ട്. വിജയിപ്പിച്ചത് എങ്ങനെയാലും എത്തിക്കുന്നതല്ല കേട്ടോ. എങ്ങനെയാലും തോറ്റ് തുന്നം പാടി നാണം കെട്ട നിലയിൽ എത്തിക്കുന്നതല്ല. നിന്നെ മറ്റൊരുത്തൻ ഇങ്ങനെ കണ്ണു വലുതാക്കി നോക്കും. നീ എങ്ങനെ അവിടെ എത്തി? നീ എന്നാ ചെയ്തേ? നിന്റെ മേൽ വരുന്ന അനുഗ്രഹമാണ് നിന്നെ പലരെക്കാളും മുന്നിലെത്തിക്കുന്നത്. അത് എല്ലാ കാര്യത്തിലും, അതെ, ശുശ്രൂഷയിൽ, അതെ, പ്രാർത്ഥനയിൽ, അതെ, സാമ്പത്തികത്തിൽ, അതെ, ജോലിയിലെ, വിദ്യാഭ്യാസം, എല്ലാ കാര്യവും ദൈവാനുഗ്രഹം ഉണ്ടോ? അവൻ 5 മാർക്ക് കുറഞ്ഞാലും അവൻ ഇന്ന് മുമ്പിൽ നിൽക്കുന്ന പലരെക്കാളും മുമ്പിൽ നാളെ ഒരു സമയത്ത് എത്തി നിൽക്കും. അതുകൊണ്ടാ പറഞ്ഞത്, ഒരിക്കലും ദൈവത്തിൽ നിന്ന് കിട്ടുന്ന അനുഗ്രഹം നഷ്ടപ്പെടുത്തരുത്, അത് കളയരുത്. ആര് പറഞ്ഞാലും വിമർശിച്ചാലും എന്തെല്ലാം കേട്ടാലും ദൈവത്തിൽ നിന്ന് കിട്ടിയ ആ വചനം, ആ ഒരു അനുഗ്രഹം, ആ ഒരു അഭിഷേകം എവിടെയും ഇട്ടിട്ട് പോയി എനിക്കിതൊന്നും വിശ്വാസമില്ല, എനിക്കിതൊന്നും വേണ്ടെന്ന് പറഞ്ഞ് ഇട്ടിട്ട് പോകരുത്. നാളെ നിന്നെ വിജയിപ്പിക്കുന്നത് ഈ കിട്ടിയ അനുഗ്രഹമായിരിക്കും. അതെന്നും ഞാൻ നഷ്ടപ്പെടുത്തി കളയുന്നോ, ഞാൻ പതുക്കെ ഉണങ്ങി ഒരു വിറക് കമ്പ് പോലെ ആയിപ്പോവും. അതുകൊണ്ടാണ് ദാവീദ് പ്രാർത്ഥിച്ചത്, ദൈവമേ അങ്ങയുടെ ആത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയല്ലേ. ഞാനൊരു വചനം വായിച്ചോട്ടെ. 2 സാമുവേലിന്റെ പുസ്തകം 3-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിന്റെ അവസാനം ഒന്ന് വായിച്ചേ. 2 സാമുവേൽ 3-ാം അധ്യായം നോക്കൂ, ശ്രദ്ധിച്ചോ. നിങ്ങൾ വിശ്വസിച്ചോ എനിക്ക് ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ട്, ഞാൻ എല്ലാവരുടെയും പുറകെ കിടക്കുന്നല്ല, പിന്നെയോ പലരെക്കായാലും മുന്നിൽ നിൽക്കും, പലരെക്കായാലും മുമ്പിൽ. പലരും അത്ഭുതപ്പെടുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. എൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ഇവിടെ ഇരിക്കുന്ന ഒരുപാട് അമ്മമാർ, അപ്പച്ചന്മാർ, യുവതി യുവാക്കൾ, വിശ്വസിക്കുന്നവർ, നിർബന്ധിച്ച് കൊണ്ടുവന്നവരൊക്കെ ഉണ്ട്. നിങ്ങൾ നാളെ ഒരു സമയത്ത് മുന്നിൽ നിൽക്കും. നിങ്ങൾക്ക് കിട്ടുന്ന അനുഗ്രഹം, ഈ അനുഗ്രഹം കൊണ്ട് ദാവീദ് എവിടെ എത്തി? ദാവീദ് മേൽക്കുമേൽ. അതെന്ത് മലയാള വാക്കാണ് മേൽക്കുമേൽ എന്ന് പറഞ്ഞ? എന്തായിരിക്കും വേറൊരു വാക്ക് പറഞ്ഞാൽ? ഓരോ പടി, അടിക്കടി, മേൽക്കുമേൽ. തകർന്നു എന്നാണോ? മേൽക്കുമേൽ ശക്തി പ്രാപിച്ചു. പുള്ളി വീണ്ടും ശക്തി പ്രാപിച്ചുകൊണ്ടിരുന്നു. ദൈവാനുഗ്രഹത്തിലാണോ നിങ്ങൾ നിൽക്കുന്നത്? അത് നിങ്ങൾ മേൽക്കുമേൽ ശക്തി പ്രാപിക്കാൻ എല്ലാ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടെങ്കിലും ഒരു പടി കൂടെ അതിനകത്തുനിന്ന് വളരാൻ, 4 വശത്തു നിന്നും ഇടിച്ചു കുത്തി ഞെരുക്കുമ്പോഴും നീ ഒരു പടി കൂടെ അങ്ങ് വളരും. കാരണം അത് വേറൊരാൾക്ക് എടുത്തോണ്ട് പോകാൻ പറ്റത്തില്ല. എനിക്ക് ദൈവം തന്ന അനുഗ്രഹം നിങ്ങൾ മുഴുവൻ ആൾക്കാർക്കും എടുത്തോണ്ട് പോകാൻ പറ്റത്തില്ല. അതെന്റെ ജീവിതത്തിൽ തന്ന ഒരു അനുഗ്രഹമാണ്. നിങ്ങൾക്ക് എന്നെ നശിപ്പിക്കാൻ പറ്റുമായിരിക്കാം, പക്ഷെ എനിക്ക് ലഭിച്ച അനുഗ്രഹത്തെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. വേറൊരാൾക്ക് തട്ടിയെടുക്കാൻ പറ്റാത്ത വിധത്തിൽ ദൈവം നൽകുന്നതാ ദൈവത്തിന്റെ അനുഗ്രഹം. പിന്നെ കുറെ അസൂയപ്പെടാൻ പറ്റും, പക്ഷെ അതുകൊണ്ട് ഗുണമില്ല. ദാവീദ് മേൽക്കുമേൽ ശക്തി പ്രാപിച്ചു. എന്നാൽ അപ്പുറത്ത് വേറൊരാളെ കുറിച്ച് എഴുതിയിട്ടുണ്ട്, സാവൂൾ ദൈവം തന്ന അനുഗ്രഹത്തെ നഷ്ടപ്പെടുത്തിയവൻ, കണ്ട മന്ത്രവാദിയുടെയും കൂടോത്രക്കാരന്റെ അടുത്ത് പോയവൻ സാവൂൾ, ദൈവാശ്രയത്തെ നശിപ്പിച്ചവൻ. അടിക്കടി വളർന്നോ എന്ന് എഴുതിയിരിക്കുന്നത്? സാവൂൾ അടിക്കടി ക്ഷയിച്ചു വന്നു. പുള്ളി അടിക്കടി ഒരു പടി വളരാൻ പുള്ളി സകലമാന രാഷ്ട്രീയവും കളിച്ചിട്ടുണ്ടെന്ന് പുറകിലത്തെ അധ്യായം വായിക്കുമ്പോൾ അറിയാം.
ദാവീദിനെ കൊല്ലാൻ പലവട്ടം നോക്കി, അസൂയോടെ പെരുമാറി, മന്ത്രവാദിയുടെ അടുത്ത് പോയി. പക്ഷെ പുള്ളി നോക്കിയിട്ടൊന്നും ഒരു പടി കയറാൻ പറ്റുന്നില്ല. അനുഗ്രഹമില്ലാത്തവൻ വലിയ പുള്ളിയാന്ന് പറഞ്ഞാലും, വലിയ കൊമ്പത്തെ ആളാന്ന് പറഞ്ഞാലും, വലിയ മിടുക്കനാന്ന് പറഞ്ഞാലും ഒരു പടി മേലോട്ട് കയറത്തില്ല. ദാവീദ് ദൈവം കിട്ടിയ അനുഗ്രഹം കൊണ്ട് അവൻ മേൽക്കുമേൽ അവൻ അടിക്കടി ഓരോ ദിവസവും ശക്തി പ്രാപിച്ചു കൊണ്ടിരുന്നു. ഇതേ അനുഗ്രഹത്തിൽ നിങ്ങൾ വളരണമെന്ന ഇത് കാണുന്നവർ, ഇത് ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവർ, ഓരോ ദിവസവും നിങ്ങളുടെ ജീവിതം കയറി വരണം, മേൽക്കുമേൽ ശക്തി പ്രാപിക്കണമെന്നാണ് ഞങ്ങളുടെ നിയോഗം. ഒരാളും ക്ഷയിച്ചു പോകാൻ പാടില്ല, ഒരു കുടുംബവും തകർന്നു പോകാൻ പാടില്ല. സാവൂൾ നമ്മളെപ്പോലൊന്നും അല്ല കേട്ടോ, വലിയ കൊമ്പത്തെ ആളായിരുന്നു. പക്ഷെ ദൈവത്തെ മറന്നു, വിറക് കമ്പ് പോലായിപ്പോയി. അതുകൊണ്ടാ ദാവീദ് പറഞ്ഞത്, ദൈവമേ എന്തെല്ലാം നഷ്ടപ്പെട്ടാലും എനിക്ക് നീ തന്ന ആത്മാവിനെ എന്നെ എടുത്തുകൊണ്ട് പോവല്ലേ, എനിക്കത് മാത്രം മതി. ഒരിക്കൽ കൂടി കേട്ടെ, എന്തെല്ലാം നഷ്ടപ്പെട്ടാലും ദൈവത്തിൽ നിന്ന് കിട്ടിയ അനുഗ്രഹത്തെ നഷ്ടപ്പെടുത്തരുത്. അത് എവിടെയും കളഞ്ഞിട്ട് പോകരുത്, എവിടെയും. അത് വിലയുള്ളതാണ്, അത് നിന്നെ വിലയുള്ളതാക്കുന്നതാണ്. നിന്നെ എവിടെയെങ്കിലും ഒക്കെ എത്തിക്കുന്നതല്ല, നല്ലൊരു സ്ഥലത്ത് നല്ല നിലയിൽ എത്തിക്കുന്നതാ ഈ ദൈവത്തിന്റെ അനുഗ്രഹം. ഒരു കരം ഉയർത്തി ഉറക്കി എന്ന് പറയാമോ? ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കരങ്ങളെ ഒന്ന് ഹൃദയത്തോട് ചേർത്ത് വെച്ച് എന്നിട്ടൊന്ന് പ്രാർത്ഥിച്ചേ, കർത്താവേ, അടിക്കടി പരാജയപ്പെടുന്ന അവസ്ഥയാണ് ഇന്ന് എനിക്കുള്ളത്. അടിക്കടി ഞാൻ തകർന്നുകൊണ്ടിരിക്കുവാണ്. ഒരു ചാക്ക് നിറച്ച് സങ്കടം ചുമന്നുകൊണ്ടാണ് ഞാൻ വന്നത്. എനിക്കിന്ന് ദാവീദിനെ പോലെ മേൽക്കുമേൽ ശക്തി പ്രാപിക്കാൻ പറ്റണം. ഇന്ന് എനിക്ക് അതിനുള്ള മുഴുവൻ അനുഗ്രഹവും കിട്ടണം. എനിക്കൊരു നല്ല അനുഗ്രഹത്തെ എന്നിലേക്ക്, എൻ്റെ കുടുംബത്തിലേക്ക്, ശുശ്രൂഷയിലേക്ക് അങ്ങ് പകരണം. ഒരു കമ്പനിയുടെ മാനേജർ പറഞ്ഞതുപോലെ, എനിക്ക് വലിയ മിടുക്കന്മാരെ മാത്രം പോരെ, എനിക്ക് കുറച്ചെങ്കിലും ദൈവാനുഗ്രഹമുള്ള ഒരുത്തിനെ കൂടെ വേണ്ടത്. യോഗ്യതയുള്ളവനെ മാത്രമല്ല, അനുഗ്രഹമുള്ളവനെ മനുഷ്യൻ പോലും തിരയുന്നു. ദാവീദ് മേൽക്കുമേ ശക്തി പ്രാപിച്ചു. അവൻ ചെന്നിടത്തൊക്കെ ദൈവം അവന് വിജയം കൊടുത്തു. ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നവർ എൻ്റെ അടുത്ത് എത്ര പേരാ പാസ്പോർട്ട് കൊണ്ട് വന്നത്, എത്ര പേരാ ചില നിയോഗം എഴുതി തന്നത്, പ്രാർത്ഥിച്ചത്. നിങ്ങളുടെ മേൽ പകരപ്പെടുന്ന അനുഗ്രഹം ഉണ്ടല്ലോ, അത് മതി നീ വിജയിക്കാൻ, അത് മതി നിന്റെ പ്രശ്നങ്ങൾ മാറാൻ. ഈ വചനത്തിലൂടെ ദൈവം നിന്നിലേക്ക് കൈമാറുന്ന കൃപയുടെ പേരാണ് അനുഗ്രഹം. അനുഗ്രഹം. എന്റെ മകനെ ദാവീദേ, യു ആർ സോ ബ്ലെസ്ഡ്. നീ അനുഗ്രഹീതനാണ്. നീ ചെയ്യുന്ന കാര്യം എല്ലാം വിജയിച്ചുകൊണ്ടിരിക്കും. നിന്നെ തകർക്കാൻ കഴിയത്തില്ല, നിന്നെ പരാജയപ്പെടുത്താൻ കഴിയത്തില്ല, നിന്നെ തോൽപ്പിക്കാൻ സാധ്യമല്ല. ഇന്നത്തെ നിന്റെ അവസ്ഥകൾക്ക് മാറ്റം വരും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഒന്ന് ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഒന്ന് ചേർന്ന് പാടാം. ഹല്ലേലൂയാ. നീ തകർന്നിടുവാ നോക്കി നിന്നോരല്ല കാണുന്നു നിൻ മുൻപിൽ വിശാലവാതിൽ. വിശ്വസിച്ചത് പറയാമോ? നീ തകർന്നിടുവാ നോക്കി നിന്നോരല്ല കാണുന്നു നിൻ മുൻപിൽ വിശാലവാതിൽ. അടുത്ത വാക്ക്, യഹോവാ നിനക്കായി കരുതിയ വഴികൾ നീ പോലും അറിയാതെ. യഹോവാ നിനക്കായി കരുതിയ വഴികൾ നീ പോലും അറിയാതെ. എന്താ പാടിയെന്നറിയാമോ? എന്താ പാടിയത് പ്രാർത്ഥിച്ചെന്നറിയാമോ? നീ തകർന്നിടുവാൻ നാല് വശത്തും നോക്കി നിന്നവരുണ്ട്. നിന്റെ മക്കളൊന്നും ഒരു രാജ്യത്തും പോകത്തില്ലെന്ന് പറഞ്ഞവരുണ്ട്. നീ വീട് വെക്കുകയില്ലെന്ന് പറഞ്ഞവരുണ്ട്. നീ ഒരിക്കലും ഗതി പിടിക്കുകയില്ലെന്ന് പറഞ്ഞവരുണ്ട്. പലരും നമ്മളെ നോക്കി പറഞ്ഞ കുറേ വാക്കുകളുണ്ട്. അവരുടെ മുമ്പിലാ ദൈവം എന്ത് ചെയ്യുന്നത്? നിനക്ക് രക്ഷപ്പെടാനുള്ള
ഒരു വിശാലവാതിൽ. അത് ദൈവമാ കൊണ്ടിരുന്നത്. നമ്മൾ ഇടിച്ചു നോക്കി, കുത്തി നോക്കി, വലിച്ചു നോക്കി തുറക്കുന്നില്ല. ദൈവം നമുക്ക് വേണ്ടി ഒരു വിശാലവാതിൽ. എന്നിട്ട് അടുത്ത വരിയാണ്, അടുത്ത വാക്കാണ് എന്നാ പറഞ്ഞറിയാമോ? യഹോവ നിനക്കായി കരുതിയ വഴികൾ നീ പോലും അറിഞ്ഞിട്ടില്ല. നമ്മളതൊന്നും ചിന്തിച്ചിട്ടില്ല. യഹോവ നിനക്ക് വേണ്ടി കരുതിയത് നീ പോലും അറിഞ്ഞിട്ടില്ല. ഒന്നും കൂടെ ഒന്ന് പറയാമോ? നോക്കി നിന്നോരല്ല കാണുന്നു മുൻപിൽ എല്ലാവരും പറയാമോ? നീ തകർന്നിടുവാ. നോക്കി നിന്നോരല്ല കാണുന്നു മുൻപിൽ വിശാലവാതിൽ. യഹോവ നിനക്കായി കരുതിയ വഴികൾ നീ പോലും അറിയാതെ. ഒന്ന് പറഞ്ഞു, യഹോവ നിനക്കായി, യഹോവ നിനക്കായി കരുതിയ വഴികൾ നീ പോലും അറിയാതെ. പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിങ്ങൾ ഈ ആലയത്തിൽ വന്നതുപോലും യഹോവ നമ്മളെ കരുതിയത് കൊണ്ടാണ്. ഇത്രയും ദൂരെയൊന്നും വയനാട്ടിലൊന്നും ഞാനൊന്നും പോകത്തില്ലെന്ന് ചിന്തിച്ചവരുണ്ട്. പിന്നെ ചുരമൊക്കെ കയറി ആരെ കൊണ്ട് പോകാൻ പറ്റുമെന്ന് ചിന്തിച്ചവരുണ്ട്. പക്ഷെ അവരൊക്കെ വന്നിട്ടുണ്ട്. അത് ദൈവം കരുതിയ വഴികളാണ്. ദൈവം കരുതിയ വഴികളാണ്. ഞാനൊരു വാക്യം വായിക്കാം. 2 സാമുവേലിന്റെ പുസ്തകം 1-ാം അധ്യായം 27-ാമത്തെ വാക്യത്തിൽ ദാവീദ് ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ട്. ഒരു കാര്യം വിളിച്ചു പറയുക, നമ്മളോട് ചോദിക്കുക. 2 സാമുവേൽ 1:27 ശക്തന്മാർ വീണുപോയതും ആയുധങ്ങൾ തകർന്നു പോയതും എങ്ങനെ? മനസ്സിലായോ? ശക്തന്മാരൊന്നും വീണു പോകത്തില്ല. അയാൾ വലിയ പുള്ളികളല്ലേ. ദാവീദ് പറയുവാ, വലിയ ശക്തന്മാർ വീണുപോയി, വിറക് കമ്പ് പോലെയായി. അവരുടെ കയ്യിൽ വലിയ ആയുധങ്ങളൊക്കെ ഉണ്ടായിരുന്നു, തകർന്നു പോയി. എങ്ങനെ? പഠിക്കാൻ വേണ്ടി തന്നിരിക്കുക. ഇതൊരാളുടെ ജീവിതത്തെ നോക്കിയിട്ടാ ദാവീദ് ഇത് പറഞ്ഞത്. ആരുടെ ജീവിതമായിരിക്കും അറിയാമോ? സൗൽ ശക്തനായിരുന്നു, ആയുധം ഉണ്ടായിരുന്നു, പക്ഷെ എല്ലാം തകർന്നു പോയി. ഒരാൾ എന്തൊക്കെ നഷ്ടപ്പെടുത്തിയാലും, എന്തൊക്കെ നഷ്ടമാണെന്ന് പറഞ്ഞാലും, ദൈവത്തെയാണ് നഷ്ടപ്പെടുത്തുന്നതെങ്കിൽ, ദൈവാനുഗ്രഹത്തെയാ കളഞ്ഞിട്ട് പോകുന്നതെങ്കിൽ, ശക്തനാണേലും വീണു പോകും. ആയുധങ്ങളുണ്ടെന്ന് പറഞ്ഞ് ഗമ കാണിച്ചാലും അതൊന്നും ഫലിക്കത്തില്ല, തകർന്നു പോകും. അതുകൊണ്ടാണ് ഒരിക്കൽ കൂടി പറയാം, എന്തൊക്കെ നഷ്ടപ്പെട്ടാലും ദൈവത്തിൻ്റെ അനുഗ്രഹത്തെ കളയല്. നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് അത് കളയല്, നിങ്ങളുടെ തലമുറയിൽ നിന്ന് അത് കളയല്, നിങ്ങളുടെ പാരമ്പര്യത്തിൽ നിന്ന് അത് കളയല്, നിങ്ങളുടെ കുടുംബ സാമ്പത്തിക മേഖലയിൽ ആ അനുഗ്രഹത്തെ കളയല്. ഇനിയാണ് കളഞ്ഞു പോയ കുറച്ച് അനുഭവമുണ്ട്. ദൈവാനുഗ്രഹം പോയാൽ എന്നാ പറ്റുമെന്ന് ചിന്തിക്കുന്നവരില്ലേ? ഈ വചനം വായിക്കാം. വിലാപങ്ങളുടെ പുസ്തകം, വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ ഒരു വാക്ക്, 4-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം. ശ്രദ്ധിക്കാൻ പറ്റുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. മനസ്സിലാക്കാൻ പറ്റുന്നവർ ഇത് മനസ്സിലാക്കണം. നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ഈ വചനം ഒരു അനുഗ്രഹമായി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുവാണ്. വിലാപങ്ങളുടെ പുസ്തകം 4:1. സ്വർണം എങ്ങനെ മങ്ങിപ്പോയി? എന്താ മങ്ങിപ്പോയത്? തിളങ്ങുന്ന സ്വർണം. ഇപ്പൊ കളറൊക്കെ പോയി. ബൈബിൾ ചോദിക്കുക, വലിയ സ്വർണ്ണമായിരുന്നു, വലിയ ഉയർന്നു നിന്ന ആളാ, തിളങ്ങി നിന്ന ആളാണ്. പക്ഷെ ഇപ്പോഴോ കളറൊക്കെ പോയി. സ്വർണം എങ്ങനെയാ മങ്ങിപ്പോയത്? തങ്കത്തിന് എങ്ങനെ മാറ്റം വന്നു? സ്വർണത്തെക്കാൾ വിലയുള്ളതാ തങ്കം, അതൊക്കെ പോയി, അതിന് മാറ്റം വന്നു. അടുത്തത് വിശുദ്ധ മന്ദിരത്തിലെ കല്ലുകൾ. എവിടുത്തെ കല്ലാന്നറിയോ? നമ്മുടെ പറമ്പിൽ വെച്ച കയ്യാലയ്ക്കാത്ത കല്ലല്ല, കൊട്ടാരം പോലെയുള്ള സ്ഥലം, വിശുദ്ധ മന്ദിരത്തിലെ കല്ല്, വലിയ ആളുകളൊക്കെ തൊട്ടുമുത്തിയ സ്ഥലത്തെ കല്ലുകൾ, ഫോട്ടോ എടുത്തോണ്ട് പോയ സ്ഥലത്തെ കല്ലുകൾ ഇപ്പോൾ വഴിയുടെ സൈഡിൽ കൂടെ, ടാർ റോഡിന്റെ സൈഡിൽ കൂടെ കിടപ്പുണ്ടെന്ന് പറഞ്ഞ പോലെ
ബൈബിളിൽ എഴുതിയിരിക്കുവാണ്, വിശുദ്ധ മന്ദിരത്തിലെ കല്ലുകൾ വഴിക്കവലയ്ക്കൽ എല്ലാം തകർന്ന് ചിതറിക്കിടക്കുന്നു. സ്വർണത്തിന് എങ്ങനെയാ മങ്ങിപ്പോയേ? തങ്കത്തിന് എങ്ങനെയാ മാറ്റം വന്നേ? വിശുദ്ധ മന്ദിരത്തിലെ കല്ലുകൾ എങ്ങനെയാണ് വഴിയിറമ്പി കിടക്കുന്നത്? അതിന് കാരണം എഴുതിയിട്ടുണ്ട് ഈ പുസ്തകത്തിനകത്ത്. എന്നറിയോ? ദൈവത്തെ മറന്നപ്പോഴാ തിളക്കം നഷ്ടപ്പെട്ടത്. ദൈവാനുഗ്രഹം നഷ്ടപ്പെട്ടപ്പോഴാ പലരുടെയും തിളക്കം പോയത്, ഭംഗി പോയത്, ചിതറിക്കപ്പെട്ടത്. നാളെ പുത്തൻ കാശൊക്കെ വരും, പുത്തൻ വരും, നാളെ ജോലി വരും, മക്കൾ കാനഡ എത്തുന്നു, അമേരിക്ക എത്തുന്നു, വിദേശ പണം കൈകാര്യം ചെയ്യുന്ന സമയം വരുമ്പോൾ ലഭിച്ച അനുഗ്രഹത്തെ കളയരുത്. ഇന്ന് സ്വർണമായിട്ട് ഇങ്ങനെ നിൽക്കുവാണേലും കുറച്ച് ഈ അനുഗ്രഹം നഷ്ടപ്പെട്ടാൽ അതിൻ്റെ കളറും മങ്ങിപ്പോകും. ഞാൻ വിശ്വസിക്കുന്ന കാര്യമാണ് പ്രസംഗിക്കുന്നത്. എന്നാണോ ഈ ആലയത്തിൽ നിന്ന് ദൈവാനുഗ്രഹം നഷ്ടപ്പെടുന്നത്, അന്ന് ശുശ്രൂഷയുടെ തിളക്കം നഷ്ടപ്പെട്ടു പോകും. അന്ന് ശുശ്രൂഷയുടെ ഇവിടെ നിന്ന് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ കെട്ടുപോകാൻ തുടങ്ങും. ഇന്ന് എന്തുകൊണ്ടാ? തൊട്ടതൊക്കെ പൊന്നെന്ന് പറയുന്ന പോലെ പ്രാർത്ഥിച്ചവർക്കൊക്കെ അനുഗ്രഹം ലഭിക്കാൻ കാരണം ഇവിടെ നിലനിൽക്കുന്ന ഒരു ദൈവ സാന്നിധ്യമാണ്. സ്വർണമായിരുന്നു, സ്വർണം. നമ്മൾ പറയില്ലേ, എന്തോ പൈസ ഉണ്ടായിരുന്ന ആളാ, ഇപ്പോ ആകെ ഒന്നുമില്ല, വീടുമില്ല, ഒന്നുമില്ലാണ്ട് വാടകയ്ക്കാ പുള്ളി താമസിക്കുന്നതെന്ന്. സ്വർണമായിരുന്നു, പക്ഷെ പണ്ടത്തെ ആ കളറൊന്നും ഇന്നില്ല. ദൈവത്തെ, അതുകൊണ്ടാണ് പറഞ്ഞത്, ദൈവത്തെ മറക്കുന്നവനാണ്, ദൈവാനുഗ്രഹത്തെ കളയുന്നവനാ വിറക് കമ്പ് പോലെ ആയിട്ടുള്ളത്. അല്ലാത്തവനൊക്കെ സ്വർണമായി എങ്ങനെയാണോ നിൽക്കുന്നത്, ആ തിളക്കത്തിൽ തന്നെ ദൈവം അവനെ നിർത്തും. നിങ്ങളുടെ മക്കളൊന്നും ഈ അനുഗ്രഹത്തിലാ വളരുന്നെങ്കിൽ എവിടെയും ചതറിക്കിടക്കത്തില്ല. നിങ്ങൾ ഒരിക്കലും കേൾക്കത്തില്ല നിങ്ങളുടെ മകനെ പോലീസ് പിടിച്ച്, നിങ്ങളുടെ മകനെ അവിടെ ജയിലിലാക്കിയിരിക്കുവാണ്, വേണേ വേഗം വന്ന ജാമ്യത്തിന് ഇറക്കാം. നിങ്ങൾ എന്നാ നോക്കിയാ ഇങ്ങനെ ഇരിക്കുന്നത്? നിങ്ങളുടെ മകനെ ആണ്ട് ആൾക്കാരെല്ലാം കൂടെ പിടിച്ച് മരത്തെ കെട്ടിയിട്ടിരിക്കുന്നു. ദൈവാനുഗ്രഹമുള്ള മക്കൾ ഒരു വഴിക്കവലകളിലും ചതറിക്കപ്പെട്ടു പോകില്ല. അവർ സ്വർണം പോലെ തിളങ്ങും, തങ്കം പോലെ അത് നിലനിൽക്കും. അതിന്റെ റീസൺ ആണ് മുമ്പേ പറഞ്ഞ ദാവീദ് കിട്ടിയ ആ ബ്ലെസ്സിങ്, ആ അനുഗ്രഹം. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളിലേക്ക് പകരപ്പെടുന്ന അനുഗ്രഹമുണ്ട്. അതാ നിങ്ങളുടെ നാളുകളിൽ നിങ്ങളുടെ തിളക്കത്തെ കൂട്ടുന്നത്. നിങ്ങളിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഓർക്കണം, നമ്മൾ ഓരോ കാര്യം വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ, പാസ്പോർട്ടുമായി പ്രാർത്ഥിക്കുമ്പോൾ ഞാനിങ്ങനെ വിചാരിക്കാറുണ്ട്, ദൈവമേ ഈ പാസ്പോർട്ടിനകത്ത് ഒരു നല്ല തിളക്കം ഉണ്ടാകണമെന്ന്. ആ മനുഷ്യൻ പ്രാർത്ഥിക്കുന്ന ആ കടലാസിനകത്ത് ഒരു വിസ വരണം, അതിനകത്ത് ദൈവത്തിൻ്റെ ഒരു കയ്യൊപ്പ് കാണാൻ ഇടവരണമെന്ന്. പാസ്പോർട്ട് കാണുമ്പോൾ അറിയാം എന്തോ ആഗ്രഹിച്ചാ പ്രാർത്ഥിക്കുന്നതെന്ന്. അതിനകത്തൊരു അനുഗ്രഹം വരണമെന്ന് പറഞ്ഞില്ലേലും അത് മനസ്സിൽ ഓർത്തോണ്ട് ആ മനുഷ്യൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്നത്. ഒരു വ്യക്തിയുടെ തലയിൽ എനിക്കറിയാം, അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ആ മനുഷ്യന്റെ ജീവിതം സ്വർണം പോലെയാകും. അത് തിളങ്ങും, അവന്റെ വിദ്യാഭ്യാസം കൊണ്ട് തിളങ്ങും, അവന്റെ ഭാവി തിളങ്ങും, അവന്റെ അധ്വാനം അനുഗ്രഹമായി വരും. ഒരെണ്ണം വഴിക്കവലകളിലോ ഒരു സ്ഥലത്തും ചെതറിപ്പോകാൻ ദൈവം സമ്മതിക്കത്തില്ല. ഇവിടെ ഇരിക്കുന്ന എന്നെ കേൾക്കുന്ന ഈ ക്യാമറയിലൂടെ നാളെ ഒരു സമയത്ത് ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹം നഷ്ടപ്പെടുമ്പോഴാ കുഞ്ഞെ നിങ്ങളുടെ തിളക്കം നഷ്ടപ്പെടുന്നത്. സമ്പത്തിന്റെ മേൽ ആ തിളക്കം നഷ്ടപ്പെടുന്നത്, ആരോഗ്യത്തിന്റെ മേൽ തിളക്കം നഷ്ടപ്പെടുന്നത്, ഭാവിയുടെ മേൽ തിളക്കം നഷ്ടപ്പെടുന്നത്. എന്നാൽ നിങ്ങൾ ദാവീദിനെ പോലെ പ്രാർത്ഥിക്കുക, ദൈവമേ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെയോ അങ്ങ് നൽകിയ അനുഗ്രഹമോ ഒരിക്കലും എന്നിൽ നിന്ന് പോകാൻ ഇടയാകരുത്, അതെന്നിൽ നിലനിൽക്കണമേ. ഉറപ്പിച്ച് തറപ്പിച്ച് പറയാം, ഒരു തിളക്കവും നഷ്ടപ്പെടില്ല, ഒരു കല്ല് പോലും വഴിക്കവലി ചതറിക്കിടക്കത്തില്ല, ഒരു തരത്തിലും അത് തകർന്നു പോകത്തില്ല. ഒരു കരം ഉയർത്തി പറയാമോ? ഹല്ലേലൂയ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്തൊരു വാക്ക് വായിച്ചേ, 4-ാം അധ്യായം 2-ാമത്തെ വാക്യം. സിയോന്റെ അമൂല്യരായ മക്കൾ. സിയോന്റെ ഏതു മക്കളാ? അമൂല്യ, വലിയ വിലയുള്ള മക്കൾ. തങ്ങളുടെ തൂക്കത്തിനൊപ്പം തങ്കത്തിന്റെ വിലയുള്ളവർ. ആ മക്കളുടെ ശരീരത്തിന്റെ തൂക്കത്തിനൊപ്പം വിലയുള്ളവർ. വിലയുള്ളവർ ഇപ്പോ മണ്ണുപാത്രം പോലെ ആയിപ്പോയി. ആരാണെന്ന് കൂടെ വായിക്കാം. സ്വർണം, സിയോന്റെ വലിയ അമൂല്യതയുള്ള മക്കൾ, തങ്ങളുടെ തൂക്കത്തിനൊപ്പം തങ്കത്തിന്റെ വിലയുള്ളവർ. ഇപ്പോൾ കുശവന്റെ കരവേലയായ മൺപാത്രം പോലെ തകർന്നു താഴെ കിടക്കുന്നത്.
സ്വർണം പോലെ അങ്ങ് പൊക്കത്തിലിരുന്ന ആള് മണ്ണ് പാത്രം പോലെ താഴെ കിടക്കുന്നു. ദൈവാനുഗ്രഹം നഷ്ടപ്പെടുമ്പോഴാ ഇത് സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് ഈ വിലാപന പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, നമുക്ക് ദൈവത്തിങ്കിലേക്ക് തിരിയാം. ബൈബിൾ പറയുവാണ് 2-ാം അധ്യായം 40-ാമത്തെ വാക്യമുണ്ട്, നമുക്ക് ദൈവത്തിങ്കിലേക്ക് തിരിച്ചു വരാം. നമുക്ക് ദൈവാനുഗ്രഹം നഷ്ടപ്പെട്ടു, അതാ നമ്മുടെ തകർച്ചയ്ക്ക് കാരണം. ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും വ്യക്തികൾ തകർന്നതിൻ്റെ പേരിലോ വിഷമത്തിൻ്റെ പേരിലോ വിഷമിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം കേട്ടെ, നിങ്ങൾ ദൈവത്തിലേക്ക് തിരിച്ചു വാ. മനസ്സുകൊണ്ട് ദൈവത്തോട് അടുത്തു വാ. നിങ്ങൾ വീണ്ടും സ്വർണത്തെ പോലെ തിളങ്ങാൻ തുടങ്ങും. സ്വർണം പോലെ തിളങ്ങും. ഒരു നിമിഷം എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച്, കർത്താവേ, ഞങ്ങൾക്കും ജീവിതത്തിൽ ആഗ്രഹമുണ്ട്. ഞങ്ങളുടെ ആ തിളക്കമൊക്കെ പോയിട്ടിരിക്കുക. ഞങ്ങളുടെ മക്കൾ കാരണം, ജീവിത പങ്കാളി കാരണം, സാമ്പത്തിക ഇടപാട് കാരണം ഞങ്ങളുടെ തിളക്കമൊക്കെ സ്വർണം പോലെ തിളങ്ങിയിരുന്നവരാ. ഞങ്ങൾ രാജാവിനെ പോലെ ജീവിച്ചവരാ. ഇപ്പൊ കൂലിപ്പേലക്കാരെ പോലെയാ ജീവിക്കണത്. ഞങ്ങൾ വലിയ സംഭവമായിരുന്നു, നാട്ടിലെ പ്രമാണിമാരായിരുന്നു. ദൈവത്തിൻ്റെ അനുഗ്രഹം ശ്രദ്ധിക്കാത്തതിന് എവിടെയോ നഷ്ടപ്പെട്ടു പോയി. അതാ ആ കളർ നഷ്ടപ്പെട്ടത്, ആ തിളക്കം നഷ്ടപ്പെട്ടത്. പ്രിയപ്പെട്ട വ്യക്തികളെ, പ്രിയപ്പെട്ട കുടുംബമേ, എത്ര നന്നായിട്ട് ജീവിക്കേണ്ടവരാ നിങ്ങൾ, എത്ര മനോഹരമായൊരു ജീവിതം നയിക്കേണ്ടവരാ നിങ്ങൾ. തമ്മിൽ തല്ലി വഴക്ക് കൂടി ശത്രുതയിലും വൈരാഗ്യത്തിലും മിണ്ടാതെയും പറയാതെയും മുഖം വീർപ്പിച്ച് ഇരുണ്ട മുഖത്തോടെ നിങ്ങൾ ജീവിക്കുന്നു. നിങ്ങൾക്കൊരു അനുഗ്രഹം ആവശ്യമാണ്. നിങ്ങളുടെ കുടുംബം, ജീവിതം, ഭാവി സ്വർണം പോലെ തിളങ്ങാൻ തുടങ്ങും. ഒന്ന് ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ശബ്ദമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കൊരു നിമിഷം ഒന്ന് എഴുന്നേറ്റു നിൽക്കാം. ഒരു നിമിഷം പ്രാർത്ഥനയോടെ ഒന്ന് എഴുന്നേറ്റു നിൽക്കാം. പ്രിയപ്പെട്ടവരെ, ഇന്ന് കേട്ട ഈ വചനം ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരാമോ? നമുക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹമാ എല്ലാത്തിലും വിജയം തരുന്നത്. നീ ചിലര് പറയില്ലേ, നീ തൊട്ടതൊക്കെ പൊന്നാക്കുവാണല്ലോ എന്ന്. തൊട്ടതൊക്കെ പൊന്നാക്കുന്നത് കൈയുടെ പ്രത്യേകതയല്ല. അത് ചുമ്മാവ് പറയുന്നൊരു വാക്കാണേ പോലും നിന്റെ മേൽ നിലനിൽക്കുന്ന അനുഗ്രഹമാണ് നീ തൊട്ടതിന്മേൽ ഒരു തിളക്കം വരാൻ കാരണം. മനസ്സിലായോ? നമ്മൾ ചിന്തിക്കൂ, എല്ലാം ഒരാൾ പറഞ്ഞ് ഒരു ചെറിയ കച്ചവടം തുടങ്ങാൻ നേരത്ത് പറഞ്ഞ് ആ മുറി എടുക്കണ്ട, അത് കൊള്ളില്ല, ആ സ്ഥലം ശരിയല്ല, അവിടെ ആരും തുടങ്ങിയിട്ട് വിജയിച്ചിട്ടില്ല. പക്ഷെ ആ വ്യക്തി അനുഗ്രഹത്തിൽ തുടങ്ങി ആ സ്ഥാപനം ഒരു സ്റ്റാറായി തിളങ്ങാൻ തുടങ്ങി. അവിടെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സ്ഥാപനമായി മാറിയത്. നീ അനുഗ്രഹത്തിലാണോ നിൽക്കുന്നത്? നീ ചെയ്യുന്നത്, നിന്റെ അധ്വാനം അത് തിളക്കമുള്ള ഒന്നായി മാറും. ഒന്ന് രണ്ട് കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുക. എൻ്റെ മകനായ ദാവീദേ, യു ആർ ബ്ലെസ്ഡ്, യു ആർ സോ ബ്ലെസ്ഡ്. നീ ഒത്തിരി അനുഗ്രഹിക്കപ്പെട്ടവനാണ്. എന്നിട്ട് എഴുതിയിരിക്കുക, ആ കാരണത്താൽ, അതാണ് റീസൺ, നീ ചെയ്യുന്ന എല്ലാ കാര്യവും, അത് ശുശ്രൂഷയാണേലും ഒരു ചെറിയൊരു കാര്യമായാലും അത് വിജയിക്കും. അതറിഞ്ഞോണ്ടാ ദാവീദ് പ്രാർത്ഥിച്ചത്, ദൈവമേ, എന്തെല്ലാം നഷ്ടപ്പെട്ടാലും അങ്ങെനിക്ക് തന്ന ആത്മാവിനെ എന്നിൽ നിന്ന് എടുത്തോണ്ട് പോകല്ലേ. അങ്ങെനിക്ക് തന്ന അനുഗ്രഹം എടുക്കരുത്, അതെനിക്ക് വേണം. എനിക്ക് കൊട്ടാരത്തിൽ ഇരിക്കാൻ വിലയുള്ള കസേരയൊന്നും ഇല്ലേലും, വലിയ റൂമും കിടക്കാൻ വലിയ കട്ടിലൊന്നും ഇല്ലേലും, അങ്ങ് തന്ന അനുഗ്രഹം എടുത്തു കളയല്ലേ. നിങ്ങൾക്ക് ഈ ആലയത്തിൽ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന ഒരു അനുഗ്രഹമുണ്ട്. നിങ്ങളുടെ കുടുംബത്തിലേക്ക് കയറി വരുന്ന ഒരു അനുഗ്രഹമുണ്ട്. നിങ്ങളുടെ മക്കളിലേക്ക് പകരപ്പെടുന്ന ഒരു ബ്ലെസ്സിംഗ് ഉണ്ട്. അതൊരിക്കലും എവിടെയും കളയല്ല. അത് ഏത് കൂട്ടുകൂടിയാലും, ആരൊക്കെ ബന്ധത്തിൽ വന്നാലും ദൈവം നിനക്ക് തന്ന അനുഗ്രഹത്തെ കളയല്. അങ്ങനെ കളഞ്ഞാൽ സ്വർണത്തിന്റെ കളറ് പോകുന്ന പോലെ, തങ്കത്തിന്റെ നിറം മങ്ങുന്നത് പോലെ നിന്റെ ജീവിതവും മങ്ങിപ്പോകും, ഉണക്ക് വിറക് പോലെയാകും. അതാ ശക്തന്മാർ വീണുപോയതും ആയുധങ്ങൾ ഫലിക്കാതെ പോയതും. ആ കരങ്ങളെ ഹൃദയത്തോടൊന്ന് ചേർത്ത് വെച്ചേ. എന്നിട്ട് ഒരു നിമിഷം എല്ലാവരും പ്രാർത്ഥിക്കാൻ തയ്യാറാകുക. പ്രാർത്ഥനയെ ശ്രദ്ധിച്ച് നമ്മുടെ ഈ ആലയത്തിൽ ശുശ്രൂഷകളെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുവാണ്. നമുക്കെല്ലാ വ്യാഴാഴ്ചകളിലും പ്രാർത്ഥനകളുണ്ട്. ഇപ്പോൾ വ്യാഴാഴ്ച പ്രാർത്ഥനകളിൽ
അനുഗ്രഹങ്ങൾ ദൈവം ചൊരിയുന്നുണ്ട്. ദൈവത്തിന്റെ കൃപ വർഷിക്കുന്നുണ്ട്. ഇതൊരു ധ്യാനം പോലെയാണ്. വ്യാഴവും വെള്ളിയും ഒരുമിച്ച് നിൽക്കുന്ന ധ്യാനമാണ്. അനേകർക്ക് പങ്കെടുത്ത് പ്രാർത്ഥിക്കാൻ പറ്റിയ ഒരു സൗകര്യത്തിന് ദൈവം ഒരുക്കിയ ഒരു ശുശ്രൂഷയാണ്. നിങ്ങൾ താഴെ സ്ഥാപിച്ചിരിക്കുന്ന ബഥേൽ കൽക്കുരിശിന് വേണ്ടി പ്രാർത്ഥിക്കുക. ആ കുരിശിൽ ആരൊക്കെ പ്രാർത്ഥിച്ചോ, ആ കുരിശിൽ നാളെ ഒരു സമയത്ത് എണ്ണ ഒഴിക്കുന്നത് ഒരു വിവാഹം നടന്നിട്ടില്ലാത്ത ഒരാളായിരിക്കാം, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളില്ലാത്തൊരു ദമ്പതികളായിരിക്കാം, അല്ലെങ്കിൽ കടബാധ്യതയുള്ള ഒരു മനുഷ്യനായിരിക്കാം, രോഗമുള്ള ഒരാളായിരിക്കാം. അതിന്മേലൊക്കെ വിടുതൽ ഉണ്ടാകത്തക്ക വിധം ആ കുരിശിൽ നിന്ന് ശക്തി പുറപ്പെടാൻ ഇടയാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. നിയോഗ പ്രാർത്ഥനയെ ഞങ്ങൾ ഓർക്കുകയാണ്. അതിൻ്റെ സമാപന ദിവസങ്ങളിലേക്ക് അടുത്തു വരുന്ന ഒരു സമയമാണ്. പ്രിയപ്പെട്ടവരെ, ഒരു നിമിഷം കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിയോഗ കൊന്തയുണ്ട്. ആ നിയോഗ പ്രാർത്ഥന ഒരു പ്രാർത്ഥനയുണ്ട്. അത് നിങ്ങൾക്ക് മേടിക്കാം. നിയോഗ തിരിയുണ്ട്, നിയോഗത്തോടെ നൽകുന്ന എണ്ണയുണ്ട്, കുരിശിൽ ഒഴിക്കാനുള്ള എണ്ണയുണ്ട്. ഇതെല്ലാം പ്രാർത്ഥനയിൽ ദൈവം നൽകിയ കാര്യമാണ്. 100 പേര് സാക്ഷ്യം, 100 പേരുടെ ജീവിതത്തിൽ അനുഗ്രഹം ഉണ്ടാകുമ്പോഴാണ് 5 പേര് കയറി സാക്ഷ്യം പറയുന്നത്. 100 പേര് പറയുന്നില്ല, 5 പേരൊക്കെ പറയത്തുള്ളൂ. നിങ്ങൾ ഒരു നിമിഷം പ്രാർത്ഥിച്ചേ. നിങ്ങളുടെ മേൽ നിങ്ങളിലേക്ക് പകരപ്പെടുന്ന അനുഗ്രഹത്തെ ഒന്ന് ഓർത്തേ. നിങ്ങളുടെ ജീവിതത്തിനകത്തൊരു വിടുതലുണ്ടാകാൻ പ്രാർത്ഥിച്ച്, നിങ്ങളുടെ കുടുംബത്തിനകത്തൊരു വിടുതലുണ്ടാകാൻ പ്രാർത്ഥിച്ച്, നിങ്ങളുടെ ആത്മീയ ജീവിതത്തിനകത്തൊരു വിടുതലുണ്ടാകാൻ പ്രാർത്ഥിച്ച് 2 കരങ്ങളെയും ഒന്ന് ഉയർത്തിപ്പിടിക്കാം. 2 കരങ്ങളെയും ഒന്ന് ഉയർത്തിപ്പിടിച്ച് ഒരു നിമിഷം പ്രാർത്ഥിക്കാൻ തയ്യാറാകാം. കർത്താവേ, അടുത്ത വ്യാഴം വെള്ളി, അടുത്ത വ്യാഴാഴ്ച 31-ാം തീയതിയാണ്. അടുത്ത വെള്ളിയാഴ്ച ആദ്യ വെള്ളിയാഴ്ചയാണ്. കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നവരെ ശ്രദ്ധിച്ച്, ഇത്രയും ആളുകൾക്ക് ഇത് അനുഗ്രഹമാകത്തക്ക വിധം പരിശുദ്ധാത്മാവ് ഈ ശുശ്രൂഷയെ മനോഹരമാക്കിയതിനാൽ അനേകർ ആവശ്യപ്പെട്ടു, ഞങ്ങൾക്ക് ഇത് 1 മാസം കൂടി ഇതുപോലെ പ്രാർത്ഥിക്കാൻ അവസരം തരണമെന്ന്. അതുകൊണ്ട് നവംബർ മാസവും താമസിച്ചുള്ള ധ്യാനത്തിന് പകരം എല്ലാ വ്യാഴം വെള്ളി ദിവസങ്ങളിൽ പ്രാർത്ഥനയുടെ ദിവസങ്ങളായി മാറ്റുകയാണ്. അനേകർക്ക് വന്ന് പ്രാർത്ഥിക്കാൻ, നിയോഗ പ്രാർത്ഥനയുടെ ധ്യാനം നടത്തുവാൻ, അനേകരെ ദൈവത്തിലേക്ക് അടുപ്പിക്കുവാൻ, അനേകരുടെ ജീവിതത്തിൽ അത്ഭുതം നടക്കുവാൻ ഇടയാകത്തക്ക വിധം പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരും കരങ്ങളെ ഉയർത്തി, എന്റെ മകനായ ദാവീദേ, you are so blessed. നീ ചെയ്യുന്ന എല്ലാ കാര്യവും വിജയിക്കും. നീ ചെയ്യുന്ന എല്ലാ കാര്യവും വിജയിക്കും. തകർന്നു തരിപ്പണമായി എല്ലാ തരത്തിലും താഴെ കിടന്ന് എനിക്ക് ഈ അൾത്താരയിൽ നിന്ന് പ്രസംഗിക്കാൻ ഇന്ന് സാധ്യമായെങ്കിൽ അത് ദൈവത്തിന്റെ അനുഗ്രഹമാണ്. സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ജീസസ്. കരമടിച്ചൊന്ന് പാടാം, കരമടിച്ചൊന്ന് ചേർന്ന് പാടാം. അനുഗ്രഹത്തിൻ അധിപതിയേ, ആനന്ദകൃപാ പെരുന്നതേ. ശബ്ദമുയർത്തി. അനുഗ്രഹത്തിൻ അധിപതിയേ, ആനന്ദകൃപാ പെരുന്നതേ. അനുദിനം നിൻ പാദഗതിയേ, അടിയാനു നിൻ കൃപമതിയേ. അനുദിനം നിൻ പാദഗതിയേ, അടിയാനു നിൻ കൃപമതിയേ. അനുഗ്രഹത്തിൻ അധിപതിയേ, അനന്തകൃപാ പെരുന്നതിയേ. അനുഗ്രഹത്തിൻ അധിപതിയേ, അനന്തകൃപാ പെരുന്നതിയേ. താഴ്ത്തിയടിച്ച് കർത്താവേ, അങ്ങയുടെ അനുഗ്രഹത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ആലയത്തിൽ ഇത്രയും ആളുകൾ വരുമെന്നോ ഇങ്ങനെ ഒരു ശുശ്രൂഷ ഇവിടെ ഉണ്ടാകുമെന്നോ ഞങ്ങൾ ആരും വിചാരിച്ചിരുന്നതല്ല. ഈ ആളുകൾ ഇവിടെ വരുവാൻ കാരണം അങ്ങയുടെ അനുഗ്രഹം ഈ മണ്ണിൽ ഉള്ളത് കൊണ്ടാണ്, ഈ സ്ഥലത്തുള്ളത് കൊണ്ടാണ്. യാക്കോബ് പറഞ്ഞു, ഇത് ദൈവത്തിന്റെ ഭവനമല്ലാതെ ഇത് സ്വർഗത്തിന്റെ കവാടമാണ്. ഞങ്ങളത് വിശ്വസിക്കുന്നു. വൻവിനകൾ വന്നിരുകിൽ വലയുകയിൽ എൻ ഹൃദയം. വൻവിനകൾ വന്നിരുകിൽ വലയുകയിൽ എൻ ഹൃദയം. വല്ലഭനീ എന്ന ഭയം വന്നിടുമോ പിന്നെ ഭയം. വല്ലഭനീ എന്ന ഭയം വന്നിടുമോ പിന്നെ ഭയം. അനുഗ്രഹത്തിൻ
അധിപതിയെ ആനന്ദകൃപാ അനുഗ്രഹത്തിൻ അധിപതിയെ ആനന്ദകൃപാ അനുഗ്രഹത്തിൻ അധിപതിയെ ആനന്ദകൃപാ അനുഗ്രഹത്തിൻ അധിപതിയെ ആനന്ദകൃപാ പെരുന്നതിയെ കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് യഹോവാ നിനക്കായി കരുതിയ വഴികൾ നീ പോലും അറിയാതെന്നും. ഇങ്ങനൊരു വഴിയുണ്ട്. യഹോവാ നിനക്കായി കരുതിയ വഴികൾ നീ പോലും അറിയാതെന്നും. ആമേൻ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും നമ്മൾ ഈ സമയം നിയോഗത്തിൽ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നമുക്ക് ഈ നിമിഷങ്ങളിൽ സ്വസ്ഥാനങ്ങളിൽ നമുക്ക് ആയിരിക്കാം. ഇപ്പോഴും നമ്മൾ ഈ നിയോഗത്തിൽ പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരെയും ഓർക്കുവാണ്. നിങ്ങൾ ഇന്ന് ഓരോരുത്തരുടെ പേരുകൾ പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ദാവീദിനെ എൻ്റെ മകനായ ദാവീദേ എന്നാ വിളിച്ച്, നീ അനുഗ്രഹീതനാണ്, നീ ചെയ്യുന്ന എല്ലാ കാര്യവും അനുഗ്രഹമാകും. നിങ്ങളൊരു നിമിഷം ഈ നിമിഷം പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളൊരു നിയോഗത്തിൽ പ്രാർത്ഥിക്കുന്നവരാണ്. ആ നിയോഗത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ഓരോരുത്തരുടെ പേരുകൾ പറയുമ്പോഴും എല്ലാ ശുശ്രൂഷകരും ഈ സമയം ഈ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കണം. നമുക്ക് പ്രാർത്ഥിക്കാൻ കടമയുണ്ട്. ഈ പ്രിയപ്പെട്ടവരെ ദൈവം നമുക്ക് തന്നത് ദൈവമാണ്. ഈ ജനത്തെ ഇവിടെ കൊണ്ടുവന്നത് ദൈവമാണ്. അപ്പോൾ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഇവരെ ആ നിയോഗത്തിൽ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കേണ്ടത് എൻ്റെയും നിങ്ങളുടെയും കടമയാണ്. അങ്ങനെയെങ്കിൽ നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കുമ്പോൾ മൈക്കിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കും, നിങ്ങളും പ്രാർത്ഥിക്കണം. ഓരോരുത്തരുടെ പേരുകൾ കേൾക്കുമ്പോൾ കർത്താവെ അനുഗ്രഹിക്കണേ എന്ന് പറയണം. ആരാധനയിൽ നിങ്ങളുടെ പേരുകൾ പറഞ്ഞ നിയോഗ പ്രാർത്ഥനയെ നിങ്ങൾ ചേർത്ത് വയ്ക്കുന്നത്. എല്ലാവരും പറഞ്ഞ് കർത്താവെ അനുഗ്രഹിക്കണമേ, കർത്താവെ അനുഗ്രഹിക്കണമേ. സൗമ്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, തോമസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജാനിറ്റിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജോയി കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഇസബല്ലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജിയോ ജോണിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ആദിത്യന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഷിൽനായ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സ്റ്റെഫിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സോരായ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഷിൽനായ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സാനിയായ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, റജീനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അരുൺ ആൽബർട്ടിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അഞ്ജുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സ്നേഹയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജെയ്സന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഷാജിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, കുര്യാക്കോസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ബിൻസിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ബേസിലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ബ്ലസ്സനിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജോൺ മാത്യുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ശാന്തയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നീനുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ലിസിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ബെന്നിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, രാജേശ്വരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സുരേന്ദ്രന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, മിഖായലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജെയിംസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഷീജായ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സെബിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ക്രിസ്റ്റീന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നിമിഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ലിൻഡായ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജേക്കബിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, എൽവിസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, വി സി കുര്യാക്കോസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഷീബായ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, രഞ്ജിത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സുസ്മിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, മനോജിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, റിൻസിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ബേബിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സോണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, മേഴ്സിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഓമനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, മരിയായ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ലൂസിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, തോമസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, എൽദോസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, യൂജിന്
ഷൈനിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ടിനോയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ബിനുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജസ്റ്റിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ത്രേസ്യാമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ബെബിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, മിനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, മിഖാലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജോയിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ആദികയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഡിബിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, മരിയായ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, കുര്യന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ലിൻഡായ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, കുര്യന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സാറാമയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജോഷുവായ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ദേവസിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഓമനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ലിജായ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, റിയായ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ലീനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, എലിസബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഇന്ദിരയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജിസ്മരിയയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അഭിലാഷിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, തങ്കമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഉഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ആഷ്ലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, യേശുദാസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, മേരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, തെരേസയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, മേഴ്സിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജെയ്സണ് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജെഫ്റ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സീജയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അനിൽ ആന്റണിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അൽനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, എബിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സൂസൻ മേരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, മേരി മോനിക്കയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, മെൽവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, പ്രിൻസിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇത്രയും നിയോഗത്തെ ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥനയിൽ കൊടുക്കാം. ചിലരെങ്കിലും ചിന്തിക്കും, എന്തിനാണ് ഇങ്ങനെ പേരുകൾ പറയുന്നത്? ദൈവസന്നിധിയിൽ ആ പേരുകൾക്കെല്ലാം വിലയുണ്ട്. ഓരോ പേരിനും വിലയുണ്ട്. ദൈവം അബ്രാഹത്തോട് പറഞ്ഞു, അബ്രഹാം നീ അനുഗ്രഹിക്കപ്പെടും, നീ അനുഗ്രഹീതനാണ്. അബ്രഹാം, ദൈവം പേര് വിളിച്ച് പറഞ്ഞ അബ്രാഹത്തെ അനുഗ്രഹിച്ചത്. ലാസർ ചെയ്യാൻ തുടങ്ങി കല്ലറയ്ക്കകത്ത് കിടക്കുമ്പോൾ പേര് പറഞ്ഞ ലാസറിനെ പുറത്തു കൊണ്ടുവന്നത്. നിന്റെ പേരിനെ ഞാൻ മഹത്തരമാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നിന്റെ പേര്, ഓരോരുത്തരുടെ പേരുകൾ പറയുമ്പോൾ അതിനപ്പുറത്തുണ്ട് അവരുടെ ഒരു നിയോഗം. യേശുവേ, ആ നിയോഗത്തെയും ആ വ്യക്തിയെയും ആ കുടുംബത്തെയും ആ അങ്ങയുടെ വിലയുള്ള കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു തന്നുകൊണ്ട് നിയോഗത്തോടെ ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാമോ? ഹല്ലേലൂയ ജീസസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതിക്കുന്നു, ഏൽപ്പിച്ചു തരുന്നു, ഏൽപ്പിച്ചു തന്ന് പ്രാർത്ഥിക്കുന്നു. സാധിച്ചു കൊടുക്കണമേ, സാധിച്ചു കൊടുക്കണമേ, സാധിച്ചു കൊടുക്കണമേ, സാധിച്ചു കൊടുക്കണമേ. ആമേൻ, ആമേൻ, ആമേൻ. ഒന്ന് ചേർന്ന് പാടാം. അബ്രഹാമിന്റെ ദൈവമല്ലയോ, അത്ഭുതങ്ങൾ ചെയ്യുകയില്ലയോ? അബ്രഹാമിന്റെ ദൈവമല്ലയോ, അത്ഭുതങ്ങൾ ചെയ്യുകയില്ലയോ? ചെങ്കടലിലും വഴി തുറക്കാൻ ഞാനെന്നും ശക്തനല്ലയോ? ചെങ്കടലിലും വഴി തുറക്കാൻ ഞാനെന്നും ശക്തനല്ലയോ? അതുകൊണ്ട് കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നതെന്തിനു നീ? കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നതെന്തിനു നീ? കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. ആമേൻ, ആമേൻ. ചേർന്ന് കർത്താവെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷകർ സാധ്യമെങ്കിൽ മുന്നോട്ട് നിന്ന് കരങ്ങളെ ഉയർത്തി ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കാൻ തയ്യാറാവുക. ബീനായ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, സ്റ്റെഫിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ആൽവിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ജെസ്സിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, വത്സമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, കുര്യാക്കോസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സില്ലായ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, മിഥുന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജോമോന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജിസ്മിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, മെറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ടിബിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ശ്രേയയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഡിയോണിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജിതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഗീവർഗീസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, രാജിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഫ്ലവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, മനു തോമസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, റോണിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഷാജിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സെബാസ്റ്റ്യന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ബിനുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഡെനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ലിസിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നീലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, കോശിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അന്നത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജേക്കബിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, മോളിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജെയ്സന് വേണ്ടി
വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജോയിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഏലമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജോമോന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജോർജിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ലിൻസിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഷീനായ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജിൻസിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അനിതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഷൈജുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അനീഷിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രതീഷിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അഭയന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ബോബിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അർജുനന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ശ്രീനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഫെർമിനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഷിജുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആഗ്നസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എലിസബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ബീനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ബിജുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആൻഡ്രുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കരോളിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ലില്ലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഷിബുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആൽവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജിത്തുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മഞ്ജുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രിയേഷിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഷൈലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഷീജയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ലിസിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആഷ്നയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഗ്രേസിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മെൽബിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഷോണിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മേഴ്സിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അന്നമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആഗ്നസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജോസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സിബിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആന്റണിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ട്രീസയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജൂഡിത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഡെയ്സിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജോസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. റീനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വത്സമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മാധവന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി കരങ്ങളെ ഉയർത്തിക്കൊണ്ട് ഈ ജനത്തിൻ്റെ സകല നിയോഗങ്ങളെയും നമുക്ക് ചേർത്ത് വയ്ക്കാം. എല്ലാ നിയോഗങ്ങളെയും ചേർത്ത് കൂട്ടിപ്പിടിക്കുകയാണ്. വിവിധ സമയങ്ങളിൽ ക്യൂ നിന്ന് എഴുതി വച്ചു കൊടുത്ത ഓരോ നിയോഗവും ഈ അൾത്താരയുടെ ഈ ദൈവികാരുണ്യ ആ പരിശുദ്ധ കുർബാനയുടെ സാന്നിധ്യത്തിലാണ് വച്ചിരിക്കുന്നത്. ഒരു നിയോഗത്തെ പോലും മാറ്റി നിർത്താതെ സകലരെയും ചേർത്ത് പിടിക്കുന്നു. ആരൊക്കെയാണെന്ന് ഹൃദയം നുറങ്ങി പ്രാർത്ഥിക്കാൻ തയ്യാറാകുന്നത്, ആരുടെയൊക്കെ ജീവിതത്തിൽ ആ ദൈവത്തിൻ്റെ ഒരു ഇടപെടൽ കൊതിക്കുന്നത്, അവിടെയെല്ലാം ദൈവത്തിൻ്റെ കരം ഇപ്പോൾ വെളിപ്പെടുന്ന ഒരു സമയമാണ്. നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. ഈ സമയം പ്രാർത്ഥിക്കാൻ പോവുകയാണ്, സ്തുതിക്കാൻ പോവുകയാണ്, ആരാധിക്കാൻ പോവുകയാണ്. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കാമോ? വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷത്തിൽ ഒരു പിശാചു ബാധിതൻ, അവൻ കൈകൾ കൊണ്ട് കല്ലെടുത്ത് ആ കല്ല് സ്വന്തം ശരീരം ഇടിച്ച് ചതയ്ക്കുമായിരുന്നു. പക്ഷെ ആ കൈകളാണ് ഒരു രാജ്യത്തിൽ ദൈവവചന ശുശ്രൂഷയ്ക്കായി ദൈവം പ്രയോജനപ്പെടുത്തിയത്. ആ കൈകളെ ദൈവം അത്ഭുതമാക്കി. ജീവിതത്തിൽ പല വിഷമങ്ങളും പ്രതിസന്ധികളും വന്നപ്പോൾ കല്ലെടുത്തിടിച്ചിട്ടുള്ളവരൊന്നും ഇല്ലേലും ചത്ത് കിട്ടിയാൽ മതിയായിരുന്നു, നശിച്ചാൽ മതിയായിരുന്നു, എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നതെന്ന് പറഞ്ഞ് സ്വന്തം നെഞ്ചത്ത് കൈയിടിച്ചവരുണ്ട്. സ്വന്തം ജീവിക്കാൻ ആഗ്രഹമില്ലെന്ന് പറഞ്ഞവരുണ്ട്. മരിച്ചു കിട്ടിയാൽ മതിയെന്ന് ചിന്തിച്ചവരുണ്ട്. എനിക്ക് എന്തിനാ ഇങ്ങനെ ഒരു ജന്മം, എന്തിനാ ഇങ്ങനെ ഒരു ജീവിതം ദൈവം തന്നതെന്ന് ചിന്തിച്ചവരുണ്ട്. ഞാൻ എന്തു ചെയ്തിട്ടും പരാജയമാണെന്ന് പറഞ്ഞവരുണ്ട്. എന്നീ നിയോഗത്തിൽ ഓരോ വ്യക്തികളെയും ചേർത്ത് വയ്ക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ ആലയത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ഇവിടെ RC-ക്കാർ മാത്രമല്ല, ലാറ്റിൻകാർ മാത്രമല്ല, എല്ലാ സഭകളിലുമുള്ളവരുണ്ട്. സഭാവ്യത്യാസമില്ലാതെയാണ് ഈ ആരാധനയെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. നിങ്ങളൊരു RC-കാരനാകാം, ലാറ്റിൻകാരനാകാം, മലങ്കരക്കാരനാകാം, യാക്കോബായക്കാരനാകാം, ഓർത്തഡോക്സുകാരനാകാം, മാർത്തോമാ പള്ളിയിൽ വിശ്വസിക്കുന്ന ഒരാളാകാം, ആ പള്ളിയിൽ പോകുന്ന ആളാകാം, നിങ്ങൾ CSIയിലെ ഒരാൾ പള്ളിയിൽ പോകുന്ന ആൾ, നിങ്ങൾ എവിടെയും ആയിക്കൊള്ളട്ടെ, ക്രിസ്തുവിൽ നിങ്ങളെ ബഹുമാനിക്കുന്നു, ക്രിസ്തുവിൽ നിങ്ങളെ അംഗീകരിക്കുന്നു. മതിൽ കെട്ടുകളില്ലാതെ, അതിർവരമ്പുകളില്ലാതെ, ഇവിടെ ഒറ്റ മതിലേ ഉള്ളൂ, യേശുവിന്റെ സ്നേഹത്തിന്റെ മതിൽ. ഇവിടെ ഒറ്റ മാർഗമേ ഉള്ളൂ, ദൈവത്തിന്റെ കരുണയുടെ മാർഗം. ഇവിടെ എല്ലാവരും ഒരു മനസ്സോടെ ഒരു കുടുംബമായി ഇന്ന് സ്തുതിക്കുമ്പോൾ സ്വർഗത്തിന്റെ വാതിലുകൾ തുറക്കുന്ന സ്വർഗത്തിന്റെ കവാടമായി ഇത് മാറും, അനുഗ്രഹത്തിന്റെ കവാടമായി ഇത് മാറും. എല്ലാം ഇന്ന് നിയോഗം മണിക്കൂറുകൾ ക്യൂ നിന്ന് നിയോഗം സമർപ്പിച്ച ഓരോ വ്യക്തികളെയും യേശുവിന്റെ കരങ്ങളിലേക്ക് ഇപ്പോൾ കൊടുത്തുകൊണ്ട് നിയോഗ പ്രാർത്ഥന ചൊല്ലുവാൻ ഒരുങ്ങുന്നതിന് മുമ്പ് ഒന്ന് അധരത്തെ തുറന്ന് എല്ലാവരും ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. എല്ലാവരും സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ജീസസ്, ജീസസ്. എല്ലാവരും സ്തുതിക്കുന്നു. അനുഗ്രഹത്തിന്റെ അടയാളങ്ങൾ ഇവിടെ സംഭവിക്കണം. അനുഗ്രഹത്തിന്റെ അടയാളങ്ങൾ ഇവിടെ സംഭവിക്കണം. അനുഗ്രഹത്തിന്റെ അടയാളങ്ങൾ ഇവിടെ സംഭവിക്കണം. യേശുവേ, ജീസസ്, ജീസസ്. സ്തുതിക്കുന്നു, ജീസസ്. കരങ്ങളടിച്ച് ചേർന്ന് പാടാം.
ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ യേശു ജീവിക്കുന്നു. ഒരുമിച്ച് പാടാമോ? ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ യേശു ജീവിക്കുന്നു. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. അതുകൊണ്ട് ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ യേശു ജീവിക്കുന്നു. ഉറ്റോരും ഉടയോരും തള്ളിക്കളഞ്ഞു, കുറ്റം മാത്രം പറഞ്ഞങ്ങ് രസിച്ചപ്പോഴും. ഉറ്റോരും ഉടയോരും തള്ളിക്കളഞ്ഞു, കുറ്റം മാത്രം പറഞ്ഞങ്ങ് രസിച്ചപ്പോഴും. ഓ നീ മാത്രമാണ് എന്നെ ഉയർത്തിയത്. ഓ സന്തോഷത്തോടെ ഞാൻ ആരാധിക്കുന്നു. ഓ നീ മാത്രമാണ് എന്നെ ഉയർത്തിയത്. സന്തോഷത്തോടെ ഞാൻ ആരാധിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ യേശു ജീവിക്കുന്നു. ഓ ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ യേശു ജീവിക്കുന്നു. കരങ്ങൾ താഴ്ത്തി അടിച്ച് ആരാധിപ്പാൻ ഇരുവശങ്ങളിലേക്ക് അടിച്ച് പാടാം. കാലുകളേറെ കുറെ വഴുതിപ്പോയി, ഒരിക്കലും ഉയരില്ല എന്നു നിലച്ചു. കാലുകളേറെ കുറെ വഴുതിപ്പോയി, ഒരിക്കലും ഉയരില്ല എന്നു നിലച്ചു. ഓ എന്റെ നിലവുകൾ ദൈവം മാറ്റിയെഴുതി, പിന്നെ കാൽ വഴുതുവാനിടവനാമേ. എന്റെ നിലവുകൾ ദൈവം മാറ്റിയെഴുതി, പിന്നെ കാൽ വഴുതുവാനിടവൻ. അതുകൊണ്ട് കരം ഉയർത്തി ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ യേശു ജീവിക്കുന്നു. കരങ്ങൾ വീശി പറയാമോ? ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ യേശു ജീവിക്കുന്നു. പാട്ടുകാരൻ പാടിക്കൊണ്ടിരിക്കുമ്പോൾ സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ നമ്മുടെ യേശു ജീവിക്കുന്നു. യേശു ജീവിക്കുന്നു. കരങ്ങളെ ഒന്ന് ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം. ഈ നിമിഷങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഏത് കാര്യം ഓർത്താണ് നിങ്ങൾ കൂടുതലായി വേദനിക്കുന്നത്, ആ വിഷയത്തെ ഇപ്പോഴൊന്ന് പ്രാർത്ഥനയിൽ കൊണ്ടുവരിക. ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ കൂടെയുള്ള സമയമാണ്. ഏതു തകർന്നവനെയും വിജയിപ്പിക്കുന്നതാ ദൈവ സാന്നിധ്യം. മനുഷ്യൻ അങ്ങനല്ല, തകർന്നവനെ ഇട്ടേച്ചു പോകും, ഉപേക്ഷിച്ചിട്ട് പോകും, വിധിച്ചിട്ട് പോകും. പക്ഷെ ദൈവമോ അവനെ പണിതുയർത്തിക്കൊണ്ടുവരും. എല്ലാ കാര്യങ്ങളും മനസ്സിലേക്കൊന്ന് കൊണ്ടുവന്നേ. വീടിനെ ഓർത്ത് പേടിക്കുന്നവരുണ്ട്, ജീവിത പങ്കാളിയെ പേടിക്കുന്നവരുണ്ട്, മക്കളെ ഓർത്ത് ഭാരപ്പെടുന്നവരുണ്ട്, ജീവിക്കണ്ടെന്ന് ചിന്തിച്ചവരുണ്ട്. ഇന്ന് രാവിലെ പോലും മരിക്കണമെന്ന് ചിന്തിച്ചവരുണ്ട് ഇതിനകത്ത്. ഇന്ന് രാവിലെ നേരം വെളുത്തപ്പോൾ ആദ്യം ചിന്തിച്ചത് ഇന്നങ്ങ് മരിച്ചാലോ എന്നാ. നെഞ്ചത്തെടിച്ചവരുണ്ട് നിരാശയോടെ. എൻ്റെ കാര്യം ഒന്നും നടക്കുകയില്ലെന്ന് ചിന്തിക്കുന്നവരുണ്ട്. എൻ്റെ കാര്യം ഒന്നും ശരിയാകാൻ പോകുന്നില്ല, ഞാൻ ഇനി എല്ലാ പ്രാർത്ഥനയും പ്രാർത്ഥിച്ചതാണ്, ഇനി ലാസ്റ്റായത്. നിങ്ങളുടെ കാര്യത്തിൽ ദൈവം ഇടപെടും കേട്ടോ. ഞാനിത് പറയുമ്പോൾ സാധാരണ രീതിയിൽ ജീവിച്ച് കുപ്പേ കിടന്ന് എനിക്ക് ഈ കാർപ്പറ്റിന്റെ മുകളിൽ നിൽക്കാൻ പറ്റുമെങ്കിൽ ആ ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്, ആ ദൈവം നിങ്ങളെ കാണുന്നുണ്ട്. ഒരു യോഗ്യതയും പറയാനില്ലാത്ത സാഹചര്യത്തിൽ നിന്ന് എഴുത്തും വായനയും പോലും തെറ്റിപ്പോകുന്ന എനിക്ക് ഈ ചുമന്ന കാർപ്പറ്റിന്റെ മുകളിൽ മയക്കും പിടിച്ച് നിൽക്കാൻ പറ്റുമെങ്കിൽ അതിന്റെ അർത്ഥം സ്നേഹിക്കുന്നൊരു ദൈവം ഉണ്ടെന്നും ജീവിക്കുന്നൊരു ദൈവം ഉണ്ടെന്നും തകർന്നവനെ ഉയർത്തുന്ന ദൈവകരം
ദൈവത്തിൻ്റെ കണ്ണിൽ തരം വ്യത്യാസങ്ങളില്ല. ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നതല്ല ഇതുപോലെ ആളുകൾ ഇവിടെ വരുമെന്ന്. അതിൻ്റെ അർത്ഥം ദൈവ സാന്നിധ്യം ഇവിടെ ശക്തമാണെന്നാണ്. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അറിയാൻ പറ്റും ദൈവം ഓരോ വിഷയത്തിനകത്തും ഇടപെടുന്നത്. നിങ്ങളുടെ കൈകളിൽ ബാഗിൽ പാസ്പോർട്ട് ഉണ്ടോ, എടുത്ത് കയ്യിൽ പിടിക്ക്. മെഡിക്കൽ റിപ്പോർട്ടുകളുണ്ടോ, എടുത്ത് കയ്യിൽ പിടിക്ക്. നിങ്ങൾ നിയോഗത്തോടെ മേടിച്ച തിരികൾ എണ്ണ ഒന്ന് കയ്യിൽ പിടിക്ക്. അതിന്മേൽ ദൈവശക്തി വരട്ടെ, അതിന്മേൽ ദൈവശക്തി വ്യാപരിക്കട്ടെ, അതിന്മേൽ ദൈവത്തിന്റെ കാരുണ്യം വെളിപ്പെടട്ടെ. നിങ്ങളൊരു നേർച്ച നേർന്നേ, എന്റെ സാക്ഷി ഇവിടെ വരും. എന്റെ സാക്ഷ്യം, എന്റെ ദൈവത്തെ മഹത്വപ്പെടുത്താൻ ഞാൻ ഈ പ്രസംഗിക്കുന്ന ഈ സ്റ്റേജിൽ നിന്ന് ഞാൻ വിളിച്ചു പറയും. മടി കൂടാതെ ഞാൻ വിളിച്ചു പറയും, നാണം കൂടാതെ ഞാൻ വിളിച്ചു പറയും. എന്റെ ദൈവം ജീവിക്കുന്നുവെന്ന് പറയും. ഹല്ലേലൂയ. 5 പ്രാവശ്യം നിയോഗ പ്രാർത്ഥന ചൊല്ലുകയാണ്. കണ്ണുകളെ അടച്ചു പ്രാർത്ഥിച്ച് ഇപ്പോൾ അത്ഭുതം നടക്കും. പാൻക്രിയാസിന് ഒരു പ്രശ്നം മൂലം വിഷമിക്കുന്ന ഒരാളെ കർത്താവ് സൗഖ്യമാക്കുന്നുണ്ട്. പാൻക്രിയാസുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തെ ദൈവം സൗഖ്യമാക്കുന്നു. ഹല്ലേലൂയ. എല്ലാവരും ചേർന്ന് എന്റെ ഒപ്പം ഒന്ന് പ്രാർത്ഥിക്കാമോ? നസ്രായനായ എന്റെ യേശുവേ, എന്റെ എല്ലാ നിയോഗങ്ങളെയും അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന സകല ബന്ധനങ്ങളെയും സകല തടസ്സങ്ങളെയും പൂർണ്ണമായും എടുത്തു മാറ്റി എനിക്ക് സാധിച്ചു തന്ന് എന്നെ ഇന്ന് അനുഗ്രഹിക്കണമേ. നസ്രായനായ എന്റെ യേശുവേ, എന്റെ എല്ലാ നിയോഗങ്ങളെയും അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന സകല ബന്ധനങ്ങളെയും സകല തടസ്സങ്ങളെയും പൂർണ്ണമായും എടുത്തു മാറ്റി എനിക്ക് സാധിച്ചു തന്ന് എന്നെ ഇന്ന് അനുഗ്രഹിക്കണമേ. നസ്രായനായ എന്റെ യേശുവേ, എന്റെ എല്ലാ നിയോഗങ്ങളെയും അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന സകല ബന്ധനങ്ങളെയും സകല തടസ്സങ്ങളെയും പൂർണ്ണമായും എടുത്തു മാറ്റി എനിക്ക് സാധിച്ചു തന്ന് എന്നെ ഇന്ന് അനുഗ്രഹിക്കണമേ. നസ്രായനായ എന്റെ യേശുവേ, എന്റെ എല്ലാ നിയോഗങ്ങളെയും അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന സകല ബന്ധനങ്ങളെയും സകല തടസ്സങ്ങളെയും പൂർണ്ണമായും എടുത്തു മാറ്റി എനിക്ക് സാധിച്ചു തന്ന് എന്നെ ഇന്ന് അനുഗ്രഹിക്കണമേ, എന്നെ ഇന്ന് അനുഗ്രഹിക്കണമേ. ആമേൻ. 2 കരങ്ങളെയും ഉയർത്തി ഒരു നിമിഷം എല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ നിയോഗത്തെ മനസ്സിൽ കണ്ടോണ്ട് ഇങ്ങനെ പറയണം: ദൈവം എനിക്ക് സാധിച്ചു തരുന്നു എന്നത് കണ്ടുകൊണ്ട് സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പ്രിയപ്പെട്ട വൈദികർ വിശുദ്ധ ജലം തളിച്ച് സമൂഹത്തെ മുഴുവൻ വിശുദ്ധ ജലം തളിച്ച് വെഞ്ചരിച്ച് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾക്ക് വെഞ്ചരിക്കാനുള്ള വസ്തുക്കൾ കൂടി ഉയർത്തിപ്പിടിച്ച്, നിയോഗ തിരി ഉയർത്തിപ്പിടിച്ച്, നിയോഗ കൊന്ത ഉയർത്തിപ്പിടിച്ച് എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ സ്തുതിക്കുന്നു, എല്ലാവരും സ്തുതിക്കുന്നു. ശബ്ദമുയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും സ്വരമുയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ദൈവമേ, അങ്ങയുടെ സാന്നിധ്യം ഈ ജനത്തിന്റെ മേൽ ഉണ്ടാകണമേ. അത്ഭുതങ്ങൾ ഇവിടെ സംഭവിക്കണമേ, അടയാളങ്ങൾ ഇവിടെ സംഭവിക്കണമേ, ദൈവത്തിന്റെ അത്ഭുത പ്രവർത്തികൾ ഇവിടെ സംഭവിക്കണമേ, ദൈവത്തിന്റെ കരം ഇവിടെ വെളിപ്പെടണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശബ്ദമുയർത്തി സ്തുതിക്കുന്നു. ജീസസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ സഹായിക്കണമേ. സ്തുതിക്കുന്നു. ആത്മശക്തിയാൽ എന്നെ നിറച്ചിടുക, അനുദിനം ആരാധിപ്പാൻ അഭിഷേകത്താൽ എന്നെ നിറച്ചിടുക, ഞാൻ ഉണർന്നു ശോഭിക്കുവാൻ. ഒരുമിച്ച് പാടാം. ആത്മശക്തിയാൽ എന്നെ നിറച്ചിടുക, അനുദിനം ആരാധിപ്പാൻ അഭിഷേകത്താൽ എന്നെ നിറച്ചിടുക, ഞാൻ ഉണർന്നു ശോഭിക്കുവാൻ. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ കൃപയാ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ കൃപയാ. ആത്മശക്തിയാൽ എന്നെ നിറച്ചിടുക, അനുദിനം ആരാധിപ്പാൻ അഭിഷേകത്താൽ എന്നെ നിറച്ചിടുക, ഞാൻ ഉണർന്നു ശോഭിക്കുവാൻ. ആത്മശക്തിയാൽ എന്നെ നിറച്ചിടുക, അനുദിനം ആരാധിപ്പാൻ അഭിഷേകത്താൽ എന്നെ നിറച്ചിടുക, ഞാൻ ഉണർന്നു ശോഭിക്കുവാൻ. ആമേൻ, ആമേൻ.
ഹല്ലേലൂയാ. എല്ലാവരും ഒന്ന് കരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് കണ്ണുകളെ അടച്ച് നമുക്കിന്ന് ഈ ദിവസം അനുഗ്രഹമായി മാറ്റി തന്ന പരിശുദ്ധാത്മാവിനെ നമുക്ക് നന്ദി പറയാം. ഇന്നലെ മുതൽ ഈ ആലയത്തിലേക്ക് വന്ന ഓരോരുത്തരെ ഓർക്കുകയാണ്. ഇന്നലെ ഏകദേശം 500-ലധികം ആളുകൾ ഇവിടെ താമസിച്ചു. 100 പേർക്ക് താമസിക്കാൻ പറ്റുന്ന സ്ഥലത്താണ് 500-600 പേര് താമസിച്ചത്. വരാന്തയിൽ, ചാപ്പലിൽ, ഭക്ഷണ സ്ഥലത്ത് ഒരാളും ഒരു പരാതിയും പറയാതെ. നിങ്ങൾക്കൊക്കെ നല്ല വീടുകളും ബാത്റൂം അറ്റാച്ച് റൂമുകളൊക്കെ ഉള്ളവരാണ്. ഈ സ്ഥലത്ത് വന്ന് ഒരു പായയുടെ മുകളിൽ ഒരു വരാന്തയിലൊക്കെ കിടക്കുമ്പോൾ നിങ്ങൾ ഒരു അനുഗ്രഹത്തിന് വേണ്ടി കൊതിക്കുന്നൊരു മനസ്സ്, അതാ ഒരു പരാതിയും കൂടാതെ നിങ്ങളതിനെ സ്വീകരിക്കും. നിങ്ങളുടെ നല്ല മനസ്സിനെ ഞങ്ങൾ നന്ദി പറയുകയാണ്. നിങ്ങൾ കുടുംബമായി ഇവിടെ വന്ന് ദൈവത്തെ ആരാധിക്കും കേട്ടോ. നിങ്ങൾ കുടുംബമായി ഇവിടെ വരും. കാരണം നമ്മുടെ ഈ ആലയത്തിൽ പണമോ കെട്ടിടം പണികളോ ഒന്നുമല്ല പ്രാധാന്യം. സത്യ ദൈവത്തെ ഒരാൾ അറിയണം. ആ ദൈവത്തെ അറിഞ്ഞ ദൈവത്തെ ആരാധിക്കണം. അങ്ങനെ ആത്മാവിൽ ആ വ്യക്തി വളരണം. നിങ്ങളുടെ കുടുംബമൊക്കെ ശക്തിപ്പെട്ടു വരണം, അനുഗ്രഹമുള്ള വിധത്തിൽ. ദാവീദിന്റെ കുടുംബം മേൽക്കുമേൽ ബാക്കി എന്താണ് ശക്തി പ്രാപിച്ചു. ഇതുപോലെ നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ മക്കളൊക്കെ അനുഗ്രഹിക്കപ്പെട്ടു വരണം. അതിനുവേണ്ടി ആലയം നിങ്ങൾക്ക് വേണ്ടി തുടർന്നും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും. തുടർന്നും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും. ഈ ആലയം നിങ്ങളുടെ ഭവനമാണ്. ഇതൊരു ധ്യാന കേന്ദ്രമാണ്. ഇതിന്റെ പേരെങ്കിലും മോർ ദാൻ എ റിട്രീറ്റ് സെന്റർ, വി ആർ എ ഫാമിലി. ഒരു ധ്യാന കേന്ദ്രം എന്നതിനേക്കാൾ ഇതൊരു ആത്മീയ കുടുംബമാണ്. നിങ്ങളുടെ രണ്ടാമത്തെ ഒരു വീടാണ്. ഞങ്ങൾ ക്രിസ്തുവിൽ നിങ്ങളെ ബഹുമാനിച്ചുകൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത്. ഞങ്ങളെക്കാൾ വിദ്യാഭ്യാസമുള്ളവർ ഇവിടെയുണ്ട്, അറിവുള്ളവരും അനുഭവമുള്ളവരും പണമുള്ളവരും ഇവിടെയുണ്ട്. പക്ഷേ ക്രിസ്തുവിൽ ഞങ്ങൾ നിങ്ങളെ ബഹുമാനിക്കുന്നു. വിവിധ ദേശങ്ങളിൽ നിന്ന് വന്നവരെ ഞങ്ങൾ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുവാണ്. അടുത്ത വ്യാഴം വെള്ളി ദിവസങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാമോ? അടുത്ത വ്യാഴാഴ്ച 31-ാം തീയതിയാണ്. 1-ാം തീയതി ആദ്യ വെള്ളിയാഴ്ചയാണ്. ആ ദിവസം നടക്കുന്ന നിയോഗ പ്രാർത്ഥന ധ്യാനത്തെ ഓർക്കാം. ഇത് നമുക്ക് വേണ്ടി ബലിയർപ്പിച്ച് പ്രാർത്ഥിച്ച് ജീവനച്ഛനെ ഓർക്കാം. അച്ഛൻ നൽകിയ വചന സന്ദേശത്തെ ഓർക്കാം. അച്ഛൻ ഞങ്ങളുടെ സഭയിലെ CST സഭയിലെ ജനറൽ കൗൺസിലറായി ഒരു ഉയർന്ന പദവിയിൽ ശുശ്രൂഷ ചെയ്യുന്ന വൈദികനാണ്. ഈ ആലയത്തെ സ്നേഹിക്കുകയും ശുശ്രൂഷയെ ബഹുമാനിക്കുകയും എന്ത് സന്തോഷത്തോടെയാണ് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞത്. ഇവിടെ വന്ന് കുമ്പസാരിപ്പിക്കാൻ വന്ന ഓരോ വൈദികരും ഒത്തിരി തിരക്കുള്ള ആളുകളാണ്. ഒരുപാട് ഉയർന്ന ഓരോ ഉത്തരവാദിത്തങ്ങൾ ചെയ്യുന്നവരാ. പക്ഷേ ഞങ്ങളുടെ ഓരോരുത്തരുടെയും എളിയ ക്ഷണം സ്വീകരിച്ച് ഇവിടെ വരികയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ അത് ഞങ്ങൾക്കൊരു പ്രോത്സാഹനമാണ്. അത് ഇവിടെ വരുന്ന ജനത്തിനൊരു ബലമാണ്. അതൊരു അനുഗ്രഹമാണ്. ഞങ്ങൾ നന്ദിയോടും സ്നേഹത്തോടും ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ബഹുമാനത്തോടും കൂടെ കാണുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുവാണ്. ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ്. നമുക്കൊരു നിമിഷം കരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് ഞാനും എൻ്റെ കുടുംബവും ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കും. നാനും എൻ വീടും എൻ വീട്ടാരനൈവർ ഓയാമൽ നന്ദി சொல்வோம். നാനും എൻ വീടും എൻ വീട്ടാരനൈവർ ഓയാമൽ നന്ദി சொல்வோம். ഒരു കരു പോലെ കാത്തീരേ നന്ദി, എന്നെ സീതയാമൽ സുമന്ദീരേ നന്ദി. ഒരു കരു പോലെ കാത്തീരേ നന്ദി, എന്നെ സീതയാമൽ സുമന്ദീരേ നന്ദി. എബിനേശ്വരേ എബിനേശ്വരേ ഇന്നാവരെ സുമന്ദവരേ. എബിനേശ്വരേ എബിനേശ്വരേ എന്നിനവൈ ഇരുപ്പവരേ. നന്ദി 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 ഹൃദയത്തിൽ സുമന്ദീരേ നന്ദി. ഈ ധ്യാന കേന്ദ്രത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. എല്ലാ വൈദികർക്കും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങളുടെ പണത്തേക്കാൾ ഞങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ പ്രാർത്ഥനയാണ്. നിങ്ങളുടെ പ്രാർത്ഥനയാണ് ഞങ്ങളെ സഹായിച്ചതിന്, ഞങ്ങളെ രക്ഷിക്കുന്നതിന്. You are so blessed. You are so blessed. നീ അനുഗ്രഹീതനാണ്. നീ
ചെയ്യുന്ന എല്ലാ കാര്യവും അനുഗ്രഹമാണ്. നീ ചെയ്യുന്ന എല്ലാ കാര്യവും അനുഗ്രഹമാണ്. യേശുവേ നന്ദി പറയുന്നു, സ്തുതിക്കുന്നു. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾ ഒരായിരം നന്ദി. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾ ഒരായിരം നന്ദി. എൻ ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, നിന്റെ ദയയല്ലയോ എന്നെ നടത്തിയത്. എൻ ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, നിന്റെ ദയയല്ലയോ എന്നെ നടത്തിയത്. നിന്നത് കൃപയാ, കൃപയാ, ദൈവ കൃപയാ, നിർത്തിയിടും ദയയാ, ദയയാ, നിത്യദയയാ. നിന്നത് കൃപയാ, കൃപയാ, ദൈവ കൃപയാ, നിർത്തിയിടും ദയയാ, ദയയാ, നിത്യദയയാ. കോഴിതൻ കുഞ്ഞിനെ ചിറക കൂരിരുൾ താഴ്വരയിൽ ഭയം കൂടാതെ എന്നെ നടത്തിയതാ. നിന്നത് കൃപയാ, കൃപയാ, ദൈവ കൃപയാ, നിർത്തിയിടും ദയയാ, ദയയാ, നിത്യദയയാ. പ്രാണപ്രിയാ, പ്രാണപ്രിയാ, ചങ്കിലെ ചോര കൊണ്ടെന്നെ വീണ്ടെടുത്തവനെ, വീണ്ടെടുപ്പുകാരാ.